കേരളത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്ത് വരാനിരിക്കെയാണ് മുസ്ലിം ലീഗിന്റെ നേതാവ് KM ഷാജി വിവാദമായ ഒരു പ്രസ്താവന നടത്തുന്നത്. അദ്ദേഹം ഗൾഫിൽ വെച്ച് നടത്തിയ പ്രസ്താവനയിൽ പറയുന്നത് UDF മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്, അല്ലെങ്കിൽ UDF വരേണ്ടത് മുസ്ലിം സമുദായത്തിന്റെ ആവശ്യമാണ് എന്നാണ് അദ്ദേഹം പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഇത് കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കും എന്നുള്ളത് ഉറപ്പാണ്. ഈ വിഷയം നമ്മളോട് ചർച്ച ചെയ്യുന്നത് കേരള കേന്ദ്ര സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ K ജയപ്രസാദ് ആണ്. KM ഷാജി ഒരു മറ്റ് ലീഗുകാരെ പോലെ തന്നെ താനും ഒരു മതേതരവാദിയാണെന്ന് പറയുന്ന ഒരാളാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വർഗീയ പ്രസംഗം അബുദാബിയിൽ അദ്ദേഹം പറഞ്ഞത് UDF ജയിക്കേണ്ടത് അത് മുസ്ലിം സമുദായത്തിന് വേണ്ടി എന്നാണ് പറയുന്നത്. അപ്പൊ അതൊരു വീണ്ടും ഒരു വർഗീയ ധ്രുവീകരണത്തിന്റെ ഒരു ലക്ഷണങ്ങളല്ലേ കാണുന്നത്? തീർച്ചയായിട്ടും. കാരണം ശ്രീ KM ഷാജി ലീഗിന്റെ സെക്രട്ടറിയാണ്. അപ്പൊ അയാൾ ഈ അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള പല പ്രഭാഷണങ്ങളിലും യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന്റെ തനിനിറം പുറത്തു കൊണ്ടുവരായിരുന്നു. മുസ്ലിം ലീഗിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ജന്മം കൊണ്ട് തന്നെ മുസ്ലിം താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്. 1906 മുസ്ലിം ലീഗ് രൂപീകരിച്ചപ്പോഴും അവരെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളെല്ലാം മുസ്ലിം സമൂഹത്തിന്റെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. അഖിലേന്ത്യാ മുസ്ലിം ലീഗ് അല്ല, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണെന്നാണ് അവർ പറയുന്നത്. അത് വിഭജനം വന്നപ്പോഴ് ഇന്ത്യയിൽ അവശേഷിച്ച മുസ്ലിം ലീഗിന് നിൽക്കാൻ കഴിയാത്തൊരു അവസരം വന്നു. അങ്ങനെ അവർ സ്വയം പിരിഞ്ഞുപോയി, അവർ സ്വയം പിരിച്ചുവിട്ടു. അപ്പൊ അതിനെ തുടർന്ന് കുറച്ച് നാളത്തേക്ക് ലീഗില്ലായിരുന്നു. അപ്പൊ 1949 ചെന്നൈ എന്ന് പറയുമ്പോൾ അന്ന് മലബാർ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് ഇന്നത്തെ പാലക്കാട് മുതൽ മംഗലാപുരം വരെ അന്ന് മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമാണ്. അപ്പൊ അങ്ങനെ അവര് ചെന്നൈയിൽ സമ്മേളിച്ചിട്ട് പ്രധാനമായിട്ട് ഇന്നത്തെ മലയാളി മുസ്ലിം ലീഗാണ്. അപ്പൊ അങ്ങനെ അവര് ഇന്ത്യൻ യൂണിയൻ ആക്കി. അപ്പൊ സ്വാഭാവികമായിട്ടും പഴയ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്നുള്ളത് അവർക്ക് ഉപയോഗിക്കാൻ കഴിയില്ല, കാരണം ഇന്ത്യൻ യൂണിയൻ ആക്കി. പേര് മാത്രമേ മാറ്റി മാറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ലീഗിന്റെ പതാക നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാല് പാകിസ്ഥാന്റെ പതാകയും ലീഗിന്റെ പതാകയും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഒരു ലെഫ്റ്റ് ഭാഗത്ത് ഒരു വൈറ്റ് ബോർഡർ ഉണ്ടാവും പാകിസ്ഥാന്, മുസ്ലിം ലീഗിന് അതില്ല. ബാക്കിയെല്ലാം ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് MSF അതുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതല്ലേ, പാകിസ്ഥാന്റെ ദേശീയ പതാകയും നമ്മുടെ മുസ്ലിം ലീഗിന്റെ പതാകയും തമ്മിൽ ഒരേപോലെ തന്നെ കുറച്ചൊരു ഒരു ബോർഡറിൽ ഒരു വൈറ്റ് കളർ കൂടെ പാകിസ്ഥാന് വരുന്നതേ ഉള്ളൂ. അപ്പം കാര്യമായ വ്യത്യാസം ഉണ്ടായില്ല. അന്ന് സിദി സാഹിബിന്റെ ഒക്കെ നേതൃത്വത്തിൽ അവര് അതുകൊണ്ട് അതേ പേര് തന്നെ സ്വീകരിച്ചു. അതായത് KM സിദി സാഹിബ്. അപ്പൊ അവരത് ചെയ്യുന്നത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്നുള്ള പേര് മാറ്റിയിട്ട്, കാരണം ആ പേര് ആൾറെഡി പിരിച്ചുവിട്ട് കഴിഞ്ഞു, കാരണം രാജ്യം വിഭജിച്ചു. അപ്പൊ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ളത്. അപ്പം അതായത് ഫലത്തിൽ അത് പുതിയ പാർട്ടിയല്ല, പഴയ പാർട്ടി തന്നെയാണ്. ഭരണഘടനാപരമായിട്ട് രാജ്യം ഇന്ത്യ പാകിസ്ഥാൻ എന്ന് രൂപീകരിച്ചപ്പോഴത്തേക്കും ഇന്ത്യൻ യൂണിയൻ എന്നുള്ള ഒരു വേർഡ് അതിനകത്ത് വന്നതേ ഉള്ളൂ. അപ്പൊ അവരുടെ കാഴ്ചപ്പാടുകൾക്കൊന്നും മാറ്റം വന്നില്ല. അതുകൊണ്ടാണ് നെഹ്റു മുസ്ലിം ലീഗിനെ അതിശക്തമായിട്ട് പിന്നീട് എതിർത്തിരുന്നു. അപ്പൊ അങ്ങനെ കേരളത്തില് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ 1953 തെരഞ്ഞെടുപ്പിൽ, തിരുക്കൊച്ചി തെരഞ്ഞെടുപ്പിലും അതിനുശേഷം അതിനു മുമ്പ് തന്നെ മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് ഉണ്ടായിരുന്നു, ആ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ലീഗും തമ്മിൽ ഒരു ഇൻഫോർമൽ അലയൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 1957 തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറെ സ്വതന്ത്രന്മാരെയും കൂടെ നിർത്തിയിരുന്നു. ആ സമയത്ത് 8ഓളം സീറ്റുകളിൽ ലീഗുമായിട്ടൊരു ധാരണ ഉണ്ടാക്കിയിരുന്നു. CPM-ന്റെ മുസ്ലിം സഖ്യം വളരെ മുമ്പേ തന്നെ ഉണ്ടായിരുന്നു. അതെ, സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായിരുന്നു. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാകിസ്ഥാൻ വിഭജനത്തെ പിന്തുണച്ച പാർട്ടിയാണ്. അതെ. അപ്പൊ അതിൽ EMS ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പറയുന്നത് പാകിസ്ഥാൻ ദുരാഷ്ട്രവാദമാണ് ഡിമാൻഡ് ചെയ്യുന്നത്. ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് 18ഓളം ദേശീയതകളെ, അദ്ദേഹം കേരള മലയാളികളുടെ മാതൃഭൂമി എന്നുള്ള ബുക്ക് എഴുതുകയുണ്ടായി. 18ഓളം ദേശീയതകളായിട്ട് ഡിവൈഡ് ചെയ്യണം. അന്ന് സോവിയറ്റ് യൂണിയന്റെ ഫെഡറൽ മോഡലാണ് അദ്ദേഹത്തിന്റെ മോഡൽ. അതേ തരത്തിൽ അതുകൊണ്ട് പാകിസ്ഥാൻ പ്രമേയത്തെ പിന്തുണയ്ക്കുകയും ഇവിടെ കേരളത്തിൽ നിന്ന് മാപ്പിളസ്ഥാൻ എന്നുള്ള ഡിമാൻഡ് ഉണ്ടായിരുന്നു. മാപ്പിളസ്ഥാൻ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. 57 തെരഞ്ഞെടുപ്പില് മുസ്ലിം ലീഗുമായിട്ടൊരു ധാരണയുണ്ടായിരുന്നു. എന്തുകൊണ്ട് അവർ പരസ്യമായിട്ട് അങ്ങനെ സഖ്യത്തിന് തയ്യാറാവാതിരുന്നത്?
അന്ന് മുസ്ലിം ലീഗ് വിഭജനത്തിന്റെ ഒരു പേരുദോഷവുമായി നിൽക്കുന്ന മുസ്ലിം ലീഗിനെ പൂർണ്ണമായും ഏറ്റെടുക്കാൻ അവർ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് ഭയമുണ്ടാകും. രണ്ടാമത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് അത്രയധികം ആശയപരമായി ഡൈല്യൂട്ട് ചെയ്തിട്ടില്ല. 1960 ശേഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചിന്തകൾക്ക് മാറ്റം ഉണ്ടാകും. നമുക്കത് ഇതിനിടയിൽ പറയേണ്ട ഒരു വിഷയമാണ്. കാരണം 1957 തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരികയും, എനിക്ക് 57 തെരഞ്ഞെടുപ്പിൽ ഒരു പ്രോ ഹിന്ദു സ്റ്റാൻഡാണ് തോന്നുന്നു CPM എടുത്തിരുന്നത്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, CPM അല്ല, CPI അൺഡിവൈഡഡ് വിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ CPI എന്ന് ജയിച്ച 60 സീറ്റുകളിലും ഭൂരിപക്ഷങ്ങളിലെ ഹിന്ദു മണ്ഡലങ്ങളിലാണ് ജയിച്ചത്. മലബാറിൽ താരതമ്യേന അവർ വിജയം വരിച്ചത് കുറച്ച് സീറ്റുകളായിരുന്നു, തിരുക്കൊച്ചി ഭാഗത്ത്. അത് കാരണം NSS ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ ഉണ്ടായിരുന്നു. ശബരിമല വിഷയം എടുത്തു പറയേണ്ടത്, ശബരിമല തീവെപ്പ് കേസിന്റെ അന്വേഷണ റിപ്പോർട്ടും അവര് പുറത്തു കൊണ്ടുവരും എന്നുള്ളൊരു ഒരു വാഗ്ദാനം കൂടെ നൽകിയിരുന്നു. പൊതുവെ നമ്മള് ഒരു സവർണ ഹിന്ദുക്കളുടെ വോട്ട് കാര്യമായി ലഭിച്ചിരുന്നു. ഇപ്പൊ ചങ്ങനാശ്ശേരി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ അന്ന് കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ. അപ്പൊ അതിനുശേഷം നമ്മൾ 59 വിമോചന സമരത്തിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് വർഗീയ ധ്രുവീകരണം ഉണ്ടാകുകയും, അപ്പൊ മുസ്ലിം ലീഗും അല്ല മറ്റു മുസ്ലിം പ്രസ്ഥാനങ്ങളും ക്രിസ്ത്യൻ സംഘടനകളും. പക്ഷെ അന്ന് വർഗീയ ധ്രുവീകരണം എന്ന് പറയാൻ പറ്റുമോ? കാരണം എല്ലാ മതവിഭാഗങ്ങളും വിമോചന സമരത്തിന്റെ കൂടെ ആയിരുന്നില്ല. NSS എല്ലാ മതവിഭാഗങ്ങളും ഉണ്ടായിരുന്നു. SNDP NSS എന്നുള്ള 2 സംഘടനകൾ ഉണ്ടാകുമ്പോൾ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വം ഉണ്ടായിരുന്നു. അതെ. പക്ഷെ അതിന്റെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് ശരിക്കും ചർച്ചിന്റെ കയ്യിലായിരുന്നു. നമ്മൾ വിമോചന സമരത്തിന്റെ രക്തസാക്ഷികളും ക്രിസ്ത്യൻസാണ്. കൂടുതലും രക്തസാക്ഷികളായിട്ട് വന്നിട്ടുള്ളതും അതിന് നേതൃത്വം വന്നത് ക്രിസ്ത്യൻസാണ്. ഇപ്പം കേരളത്തിന്റെ മുഖഛായ മാറുന്നത് ഈ വിമോചന സമരമായിരുന്നു. അപ്പൊ വിമോചന സമരം കഴിഞ്ഞ് 1960 തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ 1957 ലഭിക്കുന്നതിനേക്കാളും കൂടുതൽ ജനപിന്തുണ 60 കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ചു. പക്ഷേ സീറ്റ് കുറഞ്ഞു. കോൺഗ്രസ് എന്താ ചെയ്തത്? കോൺഗ്രസും PSPയും ലീഗും തമ്മിൽ ഒരു അലയൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ 3 കക്ഷികളും ചേർന്നുള്ള അലയൻസ് ആണ് 60 വിജയിക്കുന്നത്. പക്ഷെ ലീഗിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ കോൺഗ്രസ് തയ്യാറായില്ല. പക്ഷേ സ്പീക്കർ എന്നുള്ളൊരു സ്ഥാനം കൊടുത്തു. അവരെ ഒതുക്കിയെന്ന് പറയാൻ പറ്റും. അപ്പൊ CD സാഹിബാണ് ആദ്യത്തെ സ്പീക്കറായ 60 അങ്ങനെ സ്പീക്കറാകുന്നത്. അപ്പൊ പിന്നീട് അത് പ്രധാനമായിട്ട് PSP കോൺഗ്രസ് മന്ത്രിസഭയായിരുന്നു. പിന്നീട് അത് കോൺഗ്രസിന് ഡോമിനന്റ് ആയിട്ട് സിസ്റ്റത്തിലേക്ക് വന്നു. അപ്പൊ ഇവിടെ നമ്മൾ എടുത്തുകൊണ്ട ഒരു കാര്യം കൂടി ഇതിലൂടെ ചേർത്ത് പറയേണ്ടത്, 64 കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്പ്ലിറ്റ് ചെയ്ത് CPM രൂപീകരിക്കുന്നു. അതിനുശേഷം 65 തെരഞ്ഞെടുപ്പ് നടന്നു. 65 തെരഞ്ഞെടുപ്പില് നമ്മൾ 57 പോലെ തന്നെ ഒരു മുന്നണിയും ഇല്ലാതെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. കാരണം കോൺഗ്രസ് ഇതിനിടയിൽ സ്പ്ലിറ്റ് ചെയ്ത് കേരള കോൺഗ്രസ് രൂപീകരിച്ചു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്പ്ലിറ്റ് ചെയ്ത് 2ആയി വന്നു. അപ്പൊ മുസ്ലിം ലീഗ്, PSP, കേരള കോൺഗ്രസ് ഇങ്ങനെ വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പാർട്ടികൾ മത്സരിച്ചു. അതിൽ 1ാം സ്ഥാനത്ത് വന്നത് 40 സീറ്റ് നേടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ മുന്നിൽ വന്നിരുന്നു. അപ്പം അന്ന് കേരള കോൺഗ്രസ് 25 സീറ്റ് ലഭിച്ചു. മാർഗം ഭൂരിപക്ഷം കിട്ടാത്തതുകൊണ്ട് നിയമസഭ പിരിച്ചുവിട്ടു. എടുത്തു പറയേണ്ടത്, ഈ 65 തെരഞ്ഞെടുപ്പിലും കേരള ചരിത്രത്തിൽ അബോർട്ടീവായിട്ടുള്ള ഇലക്ഷനാണ്. നിയമസഭ കൂടാത്തതുകൊണ്ട് അത് പിരിച്ചുവിടുക ചെയ്തു. അപ്പൊ ആ ഇലക്ഷനിലും CPMഉം, അതായത് പുതുതായിട്ട് രൂപീകരിച്ച CPMഉം മുസ്ലിം തമ്മിൽ ധാരണയുണ്ടായിരുന്നു. ആ ധാരണ പിന്നീട് നമ്മൾ 2 വർഷം പ്രസിഡന്റ് റൂളായിരുന്നു. 67 വരുമ്പോഴത്തേക്കും പൂർണ്ണ സഖ്യത്തിൽ വരികയും മുസ്ലിം ലീഗിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് സപ്തകക്ഷി മുന്നണിയുടെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെ അങ്ങനെ 67 ആദ്യമായിട്ട് മുസ്ലിം ലീഗ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്വാതന്ത്ര്യാനന്തരം ആദ്യമായിട്ട് മന്ത്രിസഭയിലേക്ക് കടന്നു വരികയും മുഖ്യധാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്തു. അപ്പൊ മുസ്ലിം ലീഗിന്റെ ജാതകം ഒരു പുതിയ ഭാവി നിർണയിച്ചത് 67 തെരഞ്ഞെടുപ്പാണ്. പിന്നീട് നമ്മൾ കാണുന്നത് കേരളത്തിലെ ഇടതും വലതും സെക്കുലർ എന്ന് പറയുന്ന മുസ്ലിം ലീഗാണ്. കാരണം അപ്പം അതായത് നെഹ്റു വരെ ഒരു ചത്ത കുതിര എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഇന്ത്യ വിഭജനത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുത്തിരുന്ന ഒരു പാർട്ടിയെ ഒരു സെക്കുലർ പാർട്ടി ആയിട്ട് അവതരിപ്പിച്ചെടുത്തത് വേണമെങ്കിൽ CPM ആണെന്ന് പറയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന് വളരെയധികം പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇതൊരു ചരിത്ര സത്യമാണ്. കാരണം അന്ന് ഇടതുപക്ഷ മുന്നണി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയതിന് ശേഷമാണ് കോൺഗ്രസും ധൈര്യമായിട്ട് മുസ്ലിം ലീഗിനെ കൂട്ടാൻ ധൈര്യപ്പെട്ടു. നമ്മൾ ഇതിനിടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വാതന്ത്ര്യാനന്തരം 20 വർഷം കഴിയുന്നു. 70 ആകുമ്പോഴത്തേക്കും 20-23 വർഷം സ്വാതന്ത്ര്യം ലഭിച്ചു. പുതിയ തലമുറ മാറി.
അപ്പം വിഭജനത്തിന്റെ ദുഃഖവും പേര് നടന്ന സമൂഹമൊക്കെ ന്യൂനപക്ഷമായി മാറുകയും പുതിയ രാഷ്ട്രീയ പ്രക്രിയയിലേക്ക് മാറുകയും കാലത്തിന്റെ മാറ്റം അവരുണ്ടാക്കിയ ഒരു സാങ്കേതികത്വം അത് ശരിയാണെന്ന് അടുത്ത തലമുറയെ കൊണ്ട് ചിന്തിപ്പിക്കാനും അങ്ങനെ ഒരു അനുമാനത്തിലെത്തിക്കാനും അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു വിജയം. കാരണം ഈ അടുത്ത് തന്നെ ഞാനൊരു ചർച്ചയിൽ കേട്ടിരുന്നു, അതായത് ചാനൽ ചർച്ചയിൽ, അത് അഖിലേന്ത്യ സർവേന്ത്യ ലീഗ് അല്ലെ, ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ലേ, രണ്ടും തമ്മിൽ എന്ത് ബന്ധമാണെന്ന് ചോദിച്ച ആളോട് വളരെ ആധികാരികമായിട്ട് ആങ്കർ പറയുമ്പം ആങ്കറിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതല്ലേ. അല്ലെങ്കിൽ പുതിയ തലമുറയിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കാൻ, ഇത് വിഭജനത്തിന്റെ ഭാഗമായിട്ടുള്ള ലീഗ്, നമ്മൾ ലീഗിനോട് എന്ത് തന്നെ വിയോജിപ്പുണ്ടെങ്കിൽ പോലും അത് വിഭജനത്തിന് ഉത്തരവാദിയ ആ ലീഗും ഈ ലീഗും തമ്മിൽ അജഗജാന്തരം യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള രീതിയിലേക്കുള്ളൊരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ. പക്ഷെ അത് കേരളത്തിന്റെ മുന്നണി രാഷ്ട്രീയം സംഭാവന ചെയ്ത ഒരു ഇമേജ് ആണ്, ഒരു ഇമേജ് ബിൽഡിംഗ് ആണ്. യഥാർത്ഥത്തിൽ വസ്തുതയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മുസ്ലിം ലീഗിന് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്നാല് കേരളം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് വളരെ വളക്കൂറുള്ള ഒരു രാഷ്ട്രീയ പ്രക്രിയയായി മാറി. അതിനൊരു പ്രധാന കാരണം കേരളത്തിലെ 67 ശേഷം രൂപം കൊണ്ട രണ്ട് മുന്നണി സംവിധാനങ്ങൾ, രണ്ട് നമ്മൾ ബൈപോളർ പൊളിറ്റിക്സ്. ഈ ബൈപോളർ പൊളിറ്റിക്സിൽ ഏത് ചെറിയ പാർട്ടി പുറത്തിറങ്ങിയാലും ഓപ്പോസിറ്റ് സ്വീകരിക്കും എന്നുള്ളൊരു അവസ്ഥ. അപ്പം അതങ്ങനെയാണ് ഡിമാൻഡ് വന്നു. ഡിമാൻഡ് നിങ്ങൾക്ക് എപ്പോഴും മാർക്കറ്റിലുണ്ട്. അതായത് നിങ്ങൾ UDF LDF ആദ്യം അത് UF ആയിരുന്നു, LF ആയിരുന്നു. ഈ 67 ശേഷം 69 ആകുമ്പോഴത്തേക്കും കോൺഗ്രസും മുന്നണിയിൽ ഐക്യകക്ഷിയായിരുന്നു. അപ്പം 79 ഡിസംബർ കഴിഞ്ഞ് 80 പുലരുമ്പോഴാണ് അത് UDF LDF ആയി വന്നത്. അടിയന്തരാവസ്ഥ കാലത്തൊക്കെ മൊയ്തീൻകുട്ടി ഹാജി, PM അബൂബക്കർ തുടങ്ങിയ ആളുകളൊക്കെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് CPM-നോടൊപ്പം നിന്നിരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് മുന്നേ തന്നെ 73 തന്നെ അവര് കൂടെ അഖിലേന്ത്യാ ലീഗ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മുസ്ലിം ലീഗ് എന്ന് തന്നെ കേരള രാഷ്ട്രീയത്തില് വലിയ മാർക്കറ്റ് ലഭിക്കുകയും മുസ്ലിം ലീഗ് അതുകൊണ്ട് തന്നെ രണ്ടു കൂട്ടർക്കും ഇത് മതേതര രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറയേണ്ടി വന്നു. ഇതിൽ ഏറ്റവും ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ആവശ്യമായിരുന്ന മലപ്പുറം ജില്ല അല്ലെ, മലപ്പുറം ജില്ല അനുവദിച്ചു കൊടുത്തു. അങ്ങനെ ഒരു വികസനത്തിന്റെ പേരിലായിരുന്നെങ്കിൽ ഒരുപാട് ജില്ലകൾ ഓരോ സംസ്ഥാനം മൊത്തം ഒരു പുനഃസംഘടന നടത്തുന്നതിന് പകരം ഒരു പ്രത്യേക ജില്ല അനുവദിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുകയും കോൺഗ്രസിലെ നല്ലൊരു വിഭാഗം നേതാക്കന്മാര് ഈ ഒരു നീക്കത്തെ എതിർക്കുക എന്ന് ചെയ്തിട്ടുണ്ട്. 69 യഥാർത്ഥത്തില് EMSന്റെ ഗവൺമെന്റ് 2 വർഷത്തോളമാണ് ഭരിക്കുന്നത്. ഒരുപാട് ആഭ്യന്തര സംഘർഷം അതിനകത്തുണ്ടായിരുന്നു പാർട്ടികൾ തമ്മിൽ. CPM എന്നതിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഈ പശ്ചാത്തലത്തില് മുസ്ലിം ലീഗ് ഈ ഗവൺമെന്റിന്റെ ദൗർബല്യത്തെ ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്നായിരുന്നു മലപ്പുറം ജില്ല എന്നൊരു ഡിമാൻഡ് വെക്കുന്നത്. അപ്പം മലപ്പുറം ജില്ലക്കെതിരായിട്ട് കോൺഗ്രസിൽ നിന്നൊന്നും അങ്ങനെ വലിയ എതിർപ്പുണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു ചില നേതാക്കന്മാരൊക്കെ എതിർത്തിട്ടുണ്ടെന്നാണ്. ആശയപരമായ എതിർപ്പിനപ്പുറം അതൊരു സമരത്തിന്റെ രംഗത്ത് വന്നത് അന്ന് ജനസംഘമാണ് അഖിലേന്ത്യാ തലത്തിലും. അപ്പൊ ദേശീയ തലത്തിൽ ഒരുപാട് ശ്രദ്ധ പതിഞ്ഞു. പിന്നീട് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന മദൻലാൽ ഖുറാന ഇന്ത്യയിലെ ജനസംഘത്തിന്റെ എല്ലാ ദേശീയ നേതാക്കളും പങ്കെടുക്കുകയും നമ്മൾ ഇംഗ്ലീഷ് മീഡിയയിൽ നമുക്ക് ധാരാളം ന്യൂസും വന്നിരുന്നു ആ കാലഘട്ടത്തിൽ. കാരണം മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അന്ന് കേരളത്തെക്കാളും നാഷണൽ ലെവലിൽ മുസ്ലിം ലീഗിന് ഒരു അംഗീകാരം ലഭിക്കുന്നു, അവരൊരു ജില്ല രൂപീകരിക്കുന്നു. അപ്പൊ അതായത് മുസ്ലിം ഭൂരിപക്ഷ ജില്ല എന്ന് പറയുന്നത് വിഭജനത്തിന്റെ ഒരു ബാക്കി പത്രം എന്നുള്ള തലത്തിൽ വന്നതുകൊണ്ട് അത് കേരളത്തിൽ അത് പിന്നീട് കാര്യമായ ചർച്ച വരാതെ വരികയും ദേശീയ തലത്തിൽ വരികയും അത് വാജ്പേയി ഉൾപ്പെടെയുള്ളവർ കേരളത്തിൽ വന്ന് സമരം നയിച്ചിട്ടുണ്ട്. അപ്പൊ മലപ്പുറം ജില്ലാ വിരുദ്ധ സമര സമിതി തന്നെ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ അതിന് സമാന്തരമായിട്ട് ഇതേ സമയത്ത് തന്നെ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റിലല്ല മലപ്പുറം ജില്ലയിലാണ് രൂപീകരിക്കുന്നത്. അപ്പൊ അതിന്റെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലാണ്. അപ്പൊ ഈ രണ്ടും ഡിസിഷൻ എടുത്ത് ഏതാനും ആഴ്ചക്കുള്ളിൽ മുന്നണി പൊളിഞ്ഞുകയും മുസ്ലിം ലീഗ് പുറത്തു പോവുകയും ചെയ്തു. അപ്പൊ EMS ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം 3 വോളിയമായിട്ട് EMS എഴുതിയിട്ടുണ്ട്. അതില് അദ്ദേഹം ഇത് വളരെ അടിവരയിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഒരു പ്രദേശത്തിന്റെ വികസനത്തിന് ജില്ലാ രൂപീകരണം ഗുണകരമാണ് എങ്കിലും മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ധൃതി പിടിച്ചെന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് തെറ്റായിപ്പോയി. അപ്പം അത് RSS ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് മുതലെടുക്കാനുള്ള അവസരമുണ്ടായി എന്ന് പറഞ്ഞിട്ട് EMS ഒരു കുറ്റബോധത്തോടെ ഇത് പറയുന്നുണ്ട്. അപ്പം ആ തരത്തില് മുസ്ലിം ലീഗ് കേരളത്തിലെ നിർണായകമായ ശക്തിയായി മാറുന്നത് 67 ഇടതുപക്ഷ സർക്കാരിലൂടെയാണ്. അല്ലെ, ഏതാണ്ട്
നമ്മുടെ ഷാജിയുടെ പ്രസ്താവന എന്ന് പറയുന്നത് ഇതിന്റെ ഒരു തുടർച്ച തന്നെയാണല്ലോ. അതായത് ഞങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ MLA-മാരോ അല്ല വേണ്ടത്, നമ്മുടെ മൊത്തത്തിലുള്ള സമുദായത്തിന്റെ വളർച്ചയാണ് ആവശ്യം. അല്ല, ഷാജി പറഞ്ഞതിലൊരു യാഥാർത്ഥ്യമുണ്ട്. കാരണം അതായത് 1967 മുതൽ 1979 ഡിസംബർ വരെ, അതായത് നിയമസഭ പിരിച്ചുവിടുന്നത് വരെയും കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത് മുസ്ലിം ലീഗായിരുന്നു. അപ്പൊ ഇതിനിടയിൽ അച്യുതമേനോന്റെ EMS-ന്റെ ഗവൺമെന്റും അച്യുതമേനോന്റെ 2 സർക്കാരുകളും, ആദ്യത്തെ 1 വർഷത്തോളം നീണ്ടുന്ന സർക്കാരും പിന്നീട് ആദ്യ 6.5 വർഷം പഠിച്ച സർക്കാരും, അതിനുശേഷം പിന്നീട് എനിക്കൊന്ന് K. ചന്ദ്രശേഖരൻ ഇടക്കാലത്ത് ജനതാ പാർട്ടി 87-ലാണ്. ആ സമയത്ത് ഒഴികെ ബാക്കി ഏതാണ്ട് എല്ലാ സമയത്തും മുസ്ലിം ലീഗ് മന്ത്രിമാർ, മുസ്ലിം ലീഗ് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ആയിരുന്നു. അതെ, മുസ്ലിം ലീഗ് അല്ലെങ്കിൽ കേരള. അപ്പൊ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് 67 മുതൽ 79 വരെ തുടർച്ചയായിട്ട് വന്ന ഗവൺമെന്റുകൾ. അതിൽ എടുത്തു പറയേണ്ടത് EMS-ന്റെ സർക്കാർ, അച്യുതമേനോന്റെ 2 സർക്കാർ, AK ആന്റണിയുടെ ചെറിയ പീരീഡുള്ള സർക്കാർ, K. കരുണാകരന്റെയും അതുപോലെ PK വാസുദേവൻ നായരുടെയും, പിന്നെ മുസ്ലിം ലീഗിന്റെ തന്നെ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ മുഖ്യമന്ത്രി അങ്ങനെ 79-ല് 47-ല്ല 79ഓളം ദിവസം മുസ്ലിം ലീഗിന്റെ മുഖ്യമന്ത്രിയും ഉണ്ടായി. അപ്പൊ ആ ഒരു സാഹചര്യം നമ്മൾ നോക്കുമ്പോൾ മുസ്ലിം ലീഗ് കേരളത്തിന്റെ രാഷ്ട്രീയത്തില് ഏറ്റവും നിർണായക ശക്തിയായി മാറുന്ന ഒരു ദശകമായി നമുക്ക് ഈ കാലഘട്ടത്തെ എടുക്കാം. അപ്പൊ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് CPM നൽകിയ സംഭാവന, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നൽകിയ സംഭാവനയാണ് അവരെ പൊതു രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിന് മറ്റൊരു പ്രത്യേകതയുള്ളത്, ഇപ്പൊ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ മുസ്ലിങ്ങളുടെ പങ്കാളിത്തം കുറഞ്ഞതുകൊണ്ട് തന്നെ ഖലീഫയെ മാറ്റിയതിനെതിരായിട്ടുള്ള ഒരു വികാരം അത് പ്രയോജനപ്പെടുത്താൻ വേണ്ടി ഒരു ഖിലാഫത്ത് പ്രസ്ഥാനം ഗാന്ധിജിയുടെയൊക്കെ അനുഗ്രഹാശിസുകളോടുകൂടി ഇന്ത്യയിൽ തുടങ്ങിയിരുന്നെങ്കിലും അത് ഒരു വർഗീയമായ രീതിയിലേക്ക് മാറിയത് അത് കേരളത്തിൽ മാത്രമാണ്. അങ്ങനെ ഒരു പാരമ്പര്യം കേരളത്തിനുണ്ടല്ലോ സത്യത്തിൽ. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഖിലാഫത്ത് മൂവ്മെന്റിന് പിന്തുണ കൊടുക്കാൻ തീരുമാനിക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ എടുത്തുകൊണ്ട ഒരു വിഷയം 1916-ല് മുസ്ലിം ലീഗിന്റെ രൂപീകരണം മുതൽ തന്നെ കോൺഗ്രസ് ലീഗുമായിട്ട് യാതൊരു സഹകരണം ഉണ്ടായിരുന്നില്ല. അപ്പം 16-ല് ലക്നൗ പാക്ട് എന്നുള്ള തരത്തില് ഇവർ തമ്മിൽ സഹകരിക്കാൻ തീരുമാനിക്കുകയുണ്ടായി. അപ്പൊ ആ ലക്നൗ പാക്ടിനും എതിരായിട്ട് ഒരുപാട് ദേശീയ നേതാക്കൾ അന്ന് പ്രതികരിച്ചിരുന്നെങ്കിലും അന്ന് ഗാന്ധിജി 1915-ൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വന്നു. ഗാന്ധിജി അതിന്റെ പുറകിൽ നിന്ന് പ്രധാന സോഴ്സ് ആയിരുന്നു ഈ മുസ്ലിം ലീഗിന് ലക്നൗ പാക്ട് കൊണ്ടുവരുന്നതിന്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ലക്നൗ പാക്ട് കൊണ്ടുവരികയും രണ്ടുപേരും കൂടെ സഹകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പൊ പിന്നീട് നമ്മൾ യുദ്ധത്തിന്റെ 1-ാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തിന് ശേഷം പുതിയ ഭരണപരിഷ്കാരം പ്രഖ്യാപിക്കുന്നു. അപ്പൊ ആ കാലഘട്ടത്തിൽ ഗാന്ധിജി ആയിരുന്നു ഫൈനൽ വേർഡ് കോൺഗ്രസിന് ആയി കഴിഞ്ഞത്. അപ്പൊ ഖിലാഫത്ത് തന്നെ പിന്തുണ കൊടുക്കാനായിട്ട്, അതായത് 1-ാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ട തുർക്കിയുടെ ഭരണകൂടം, അതായത് അന്നത്തെ അവിടുത്തെ ചക്രവർത്തിയെ ഉന്മൂലനം ചെയ്യും എന്ന് ഉള്ളൊരു വിശ്വാസത്തിലാണ് ഖിലാഫത്ത് മൂവ്മെന്റ് തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത്, ബ്രിട്ടീഷുകാര് തുർക്കിയിലെ ചക്രവർത്തിയെ പുറത്താക്കിയില്ല. തുർക്കിയുടെ അധീനതയിലുണ്ടായിരുന്ന ഇന്നത്തെ നമ്മൾ പശ്ചിമേഷ്യയിൽ കാണുന്ന എല്ലാ പ്രദേശങ്ങളും സ്വതന്ത്രമാക്കുകയോ അവരുടെ കീഴിൽ കൊണ്ടുവരികയോ ചെയ്തു. തുർക്കി ഇന്നത്തെ ചെറിയ രാജ്യമാക്കി മാറ്റുകയും അങ്ങനെ എഗ്രിമെന്റിലായി വന്നു. അപ്പം പിന്നീട് 1923-ല് മുസ്തഫ കമാൽ പാഷയുടെ നേതൃത്വത്തിലുണ്ടായ വിപ്ലവത്തിലൂടെ അവരാണ് ഈ തുർക്കിയെ ഖിലാഫത്തിനെ എടുത്തു കളയുന്നത്. അപ്പൊ ഇവിടെ എടുത്തു പറയുന്നത് ഗാന്ധിജി എന്തിനു വേണ്ടിയിട്ടാണ് നിലകൊണ്ടത്, അതായത് ഖിലാഫത്ത് എന്ന് പറയുന്ന മുസ്ലിം, അതായത് തുർക്കിയുടെ ചക്രവർത്തിയെ നിലനിർത്തിക്കൊണ്ട് ഖിലാഫത്തിനെ നിലനിർത്തണം എന്നുള്ള ഗാന്ധിയുടെ വിശ്വാസം തുർക്കിയിലെ ജനങ്ങൾ. അപ്പൊ ഇതിനിടയിൽ ഇന്ത്യയിൽ സംഭവിച്ചത്, കോൺഗ്രസിൽ ഒരുപാട് വിയോജിപ്പുണ്ടായിരുന്നെങ്കിലും അന്ന് ആനി ബെസന്റിനെ പോലെയുള്ളവർ അതിശക്തമായിട്ട് അതിനെ എതിർത്തതാണ്. പക്ഷെ ഇന്ത്യ അംഗീകരിക്കാൻ ജോയിന്റ് സമിതി, ഇന്ത്യ മുഴുവനും അന്ന് അലി സഹോദരന്മാരോടൊപ്പം ഗാന്ധിജിയും നമ്മുടെ കേരളം ഉൾപ്പെടെ കാലിക്കറ്റിൽ ഉൾപ്പെടെ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യുന്നു. ഖിലാഫത്ത് കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിലുള്ള വലിയ മൂവ്മെന്റ് നടക്കുന്നു. ഇതിൽ നിർഭാഗ്യവശാല് ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വർഗീയ കലാപം, അതായത് ഹിന്ദു മുസ്ലിം ലഹള, നമ്മൾ ഒഫീഷ്യലി അപ്രൂവ് ചെയ്തിട്ടുള്ള, അംഗീകരിക്കപ്പെട്ടിട്ടുള്ള വലിയ ലഹള നടക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 1921-ലെ മലബാറിലാണ്. അപ്പം അതില് ആ മലബാർ കലാപത്തില് അംബേദ്കർ, പാകിസ്ഥാൻ ഒരു പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള ബുക്കിൽ അംബേദ്കർ മലബാർ കലാപത്തെ പറയുന്നത്
ഹിന്ദു ജനോസൈഡ് എന്നാണ്. അതെ. മറ്റു ഒരു പണ്ഡിതന്മാരും ആ തരത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പം ഗാന്ധിജിയുടെ തീരുമാനവും ഗാന്ധിജിയൻ പൊളിറ്റിക്സിന്റെ ഏറ്റവും വലിയ പരാജയം നമ്മൾ കാണുന്നത് മലബാറിന് ശേഷമാണ് 23, 24 കാലഘട്ടങ്ങളിൽ, അതായത് ഇന്നത്തെ പാകിസ്ഥാൻ ഉൾപ്പെടുന്ന ഒരു ഭാഗങ്ങളിൽ നാഗ്പൂർ തുടങ്ങിയിട്ടുള്ള പല മേഖലകളിലും പല രീതിയിലുള്ള സംഘർഷങ്ങളുണ്ടാവും, മുസ്ലിം സംഘർഷം ഉണ്ടാവും. അപ്പൊ അതിനു മുമ്പ് ചരിത്രത്തിൽ, നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിടത്ത് ഹിന്ദു മുസ്ലിം ലഹള ബോംബെ പ്രവിശ്യയിൽ ഏതാനും 1-2 ആളുകൾ കൊല്ലപ്പെട്ട ഒരു സംഭവമല്ലാതെ ഇന്ത്യയിൽ വലിയ തോതിലുള്ള റെക്കോർഡ് ചെയ്യപ്പെട്ടില്ല. ആദ്യത്തെ ലഹള നടക്കുന്നത്, ജനങ്ങൾ തമ്മിൽ വർഗീയ കലാപം നടക്കുന്നത് 1921. അതും ടു ആൻ എക്സ്റ്റെന്റ് ഒരു വൺ സൈഡ് അല്ല, നമ്മൾ വർഗീയ സംഘർഷം എന്ന് പറയുമ്പോൾ 2 പേര് തമ്മിലാണ്. ഇത് ഹിന്ദുക്കളുടെ ഭാഗത്ത് ഹിന്ദുക്കൾ വളരെ അസംഘടിതരായി ജാതികളായി വേർതിരിഞ്ഞിട്ട് ഒറ്റയ്ക്കൊരു താമസിക്കുന്നവർ. അപ്പം പ്രതികരിക്കാനൊന്നും ആർക്കും കഴിയില്ല. അങ്ങനെ സംഘടിതമായ മുസ്ലിമിനൊരു ഹിന്ദുവിനൊരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. ആകെ ഒരു മൂവ്മെന്റ് ഉള്ളത് മലബാറിൽ അന്ന് ശ്രീ SNDP NSS ഒന്നും ആ സമയത്തില്ല. അപ്പം കോൺഗ്രസ് മാത്രമാണ് അന്ന് പുതുതായി രൂപം കൊണ്ടുപോയി. അപ്പം കോൺഗ്രസിന്റെ സെക്രട്ടറി ആയിരുന്ന കേരളത്തിന്റെ ആദ്യത്തെ പ്രവിശ്യ കോൺഗ്രസ് രൂപീകരിക്കുന്നത് 21-ലാണ്. അപ്പം മാധവൻ നായർ നേതൃത്വത്തിലാണ് ഖിലാഫത്തിന്റെയും തുടക്കം കൊടുക്കുന്നത്. അപ്പൊ അതാണ് വളരെ വഴിവിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക്. മാധവൻ നായർക്ക് അവസാനം അതിനെ തള്ളിപ്പറയേണ്ടി വന്നിട്ടില്ല. മാധവൻ നായർ തന്നെ അദ്ദേഹത്തിന്റെ മലബാർ ലഹള എന്നുള്ള ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇത് പറയുന്നുണ്ട്. അദ്ദേഹത്തിനെയും നിർബന്ധിച്ച് മതം മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ടായി. പക്ഷെ ഇത് ഈ പരാജയത്തെ ഗാന്ധിജി അങ്ങനെ ഒരിടത്തും അഡ്രസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ചൗരി ചൗര ഇൻസിഡന്റിന്റെ പേരിൽ 1922-ലാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം, ഖിലാഫത്ത് സമരത്തെ സ്റ്റോപ്പ് ചെയ്യുന്നത്. മലബാർ കലാപത്തിന്റെ പേരിൽ അദ്ദേഹം സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മളത് എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. അതൊരു അഖിലേന്ത്യാ തലത്തിൽ പക്ഷെ വളരെയധികം ചർച്ചയുണ്ടായി. ഒരുപാട് വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയിരുന്നു. ആ ഒരു ഖിലാഫത്തിൽ നിന്ന് കിട്ടിയ ഒരു ഊർജം അല്ലെ, ഒരു മുസ്ലിം പൊളിറ്റിക്സിന്റെ ഒരു ആവിർഭാവം എന്ന് തന്നെ പറയാം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായത് വേണമെങ്കിൽ മലബാറിലാണ്, കേരളത്തിലാണ് എന്ന് പറയാം അല്ലെ. കാരണം മറ്റൊരു ഇന്ത്യയിൽ ഇപ്പം നമ്മുടെ OICയുടെ പാർട്ടി ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഇവിടെ ചെറിയ പാർട്ടികൾ ഉണ്ടെന്നല്ലാതെ ഒരു സംഘടിത മുസ്ലിം പാർട്ടി, പൊളിറ്റിക്കൽ പാർട്ടി കേരളത്തിലല്ലേ ഉണ്ടാവുന്നത്. അതൊരു പ്രധാന കാരണം. വിഭജനത്തിന് ശേഷം വടക്കേ ഇന്ത്യയിൽ, ഇപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, ആസാം, ഈ 4 സംസ്ഥാനങ്ങളാണ്. കേരളമല്ല. കേരളം അത് കഴിഞ്ഞിട്ടാണ് 5ാം സ്ഥാനത്താണ് വരുന്നത്. പക്ഷെ ഈ 4 സംസ്ഥാനങ്ങളിലും ഇപ്പം നമ്മുടെ ആസാമിലൊരു മുസ്ലിം പാർട്ടി ഉണ്ടെന്ന് പറയാം. മറ്റ് സ്ഥലങ്ങളിൽ മുസ്ലിം പാർട്ടികൾ മജ്ലിസ് ഒക്കെ രൂപീകരിച്ചുവെങ്കിൽ അതൊന്നും വിജയിച്ചില്ല. കാരണം ഒരു മുസ്ലിം ലീഗ് എന്നുള്ള തരത്തിൽ അവതരിപ്പിക്കാൻ അവിടുത്തെ നേതൃത്വത്തിന് ധൈര്യം ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ജനങ്ങൾ, കാരണം വിഭജനത്തിന്റെ ഉത്തരവാദിത്തത്തിൽ ഓർമ്മകൾ നിലനിൽക്കുന്ന പ്രദേശത്ത് ഇത് തുടങ്ങാൻ കഴിയില്ല. അപ്പൊ തെക്കൻ ഭാഗത്ത് വരുമ്പോഴത്തെ ഈ പ്രശ്നം ഉണ്ടായില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇതൊരു കേരള ചാപ്റ്റർ ആയിരുന്നു, കേരള എഡിഷൻ ആണ് നമ്മൾ ഇന്ന് കാണുന്ന മുസ്ലിം ലീഗ്. പിന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ ഒരു പാർട്ടി അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കേരളത്തിലുണ്ടായ ഒരു മുന്നണി രാഷ്ട്രീയം വന്നപ്പോഴത്തേക്കും മുസ്ലിങ്ങളുടെ വോയിസിന്, അല്ലെങ്കിൽ അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് കൂടുതൽ പ്രാധാന്യം വന്നു. പിന്നെ അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു മറ്റൊരു കാരണമുള്ളത് ഒരു ഡെമോഗ്രഫിയിൽ വന്നൊരു മാറ്റമുണ്ട്. കാരണം കേരളത്തിലെ മുസ്ലിം വളർച്ചാ നിരക്ക് വർഷങ്ങളായിട്ട് കാരണം ദേശീയ തലത്തിൽ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ തന്നെ ജനസംഖ്യാ നിയന്ത്രണമൊക്കെ തുടങ്ങിയിരുന്നെങ്കിലും മുസ്ലിങ്ങൾ അത് ഒരിക്കലും സ്വീകരിച്ചിരുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഡെമോഗ്രഫിയിൽ ഉണ്ടായ മാറ്റം, അവരുടെ പോപ്പുലേഷനിൽ ഉണ്ടായ മാറ്റം സ്വാഭാവികമായും അവരുടെ പൊളിറ്റിക്സിനും ശക്തി നൽകും. ഇപ്പം കാരണം എനിക്ക് തോന്നുന്നു 2009-ലോ 2006-ലോ മറ്റോ ആണ് നമ്മുടെ സംസ്ഥാന നിയമസഭാ പുനഃസംഘടന നടന്നത്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ആ ലോക്സഭയിൽ അങ്ങനെയാണ് വന്നിരുന്നത്. അന്ന് കേരളത്തിലെ 140 അസംബ്ലി നിയോജകമണ്ഡലങ്ങൾ അതേ രീതിയിൽ തുടരുകയാണെങ്കിൽ പോലും ജില്ലകൾ എടുത്തു നോക്കുന്ന സമയത്ത് മലപ്പുറം ജില്ലയിലെ 12 നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നത് 16 മാറി. 4 സീറ്റ് കൂടി. കോഴിക്കോടും കാസർഗോഡും ഒക്കെ കണ്ണൂരും ഒക്കെ വർദ്ധിച്ചു. അതേസമയത്ത് തെക്കൻ ജില്ലകൾ, ആലപ്പുഴയിലാണെങ്കിലും പത്തനംതിട്ട ജില്ലയിലാണെങ്കിലും എറണാകുളത്താണെങ്കിലും അത് കുറയുകയാണ് ചെയ്തത്. അപ്പം ടോട്ടൽ 140 ആണെങ്കിൽ പോലും മുസ്ലിം സ്വാധീനമുള്ള മലബാറിൽ 6 സീറ്റുകൾ വർദ്ധിക്കുകയും തെക്കൻ തിരുവിതാംകൂറിൽ 6 സീറ്റുകൾ കുറയുകയും ചെയ്തു. അപ്പം തിരുവനന്തപുരത്ത് കുറഞ്ഞില്ല, പക്ഷെ മറ്റ് ജില്ലകളിൽ കുറഞ്ഞു. അപ്പം ഈ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ നമ്മുടെ മുസ്ലിങ്ങളുടെ ജനസംഖ്യാ വളർച്ച നോക്കിക്കഴിഞ്ഞാൽ 1901 മുതൽ 1971 വരെയുള്ള സെൻസസിലെല്ലാം തന്നെ മുസ്ലിം ജനസംഖ്യ ഒരു 17%-നും 18%-നും ഇടയിൽ നിൽക്കും എല്ലാ കാലത്തും. അതായത് 7 പതിറ്റാണ്ടിലെ സെൻസസിലും മുസ്ലിം പോപ്പുലേഷൻ ഒരുപോലെയാണ്.
പക്ഷേ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വിഭിന്നമായിട്ട് കുടുംബാസൂത്രണ പ്രക്രിയ വളരെ ജനകീയമായി പെട്ടെന്ന് കേരളത്തിൽ വ്യാപിച്ചു. കാരണം വിദ്യാഭ്യാസപരമായിട്ട് അന്ന് 70കളിൽ കേരളം 70% വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹമായിരുന്നു. വളരെ പെട്ടെന്ന് അത് ജനങ്ങൾ സ്വീകരിക്കുകയുണ്ടായി. അപ്പൊ ആ ജനങ്ങളെന്ന് പറയുമ്പോൾ കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങൾ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാണുന്നത് മറ്റ് സമൂഹങ്ങൾ കുറയുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹം ബോധപൂർവം ആളെ കൂട്ടിയതല്ല, മറ്റുള്ളവർ ബോധപൂർവം കുറഞ്ഞു. അപ്പൊ മുസ്ലിം സമൂഹം മുന്നോട്ട് പോയി. ക്രമേണ അവരും ചില നിയന്ത്രണങ്ങൾ വരുത്തി. അവര് അപ്പൊ അത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും 1ലേക്കും 0യിലേക്കും മാറിയപ്പം അവര് 3ഉം 4ലേക്കും വരെയൊക്കെ എത്തി. അല്ല, നമ്മുടെ ഇപ്പം ഒരു സ്റ്റേബിളായി നിലനിർത്താൻ വേണ്ട TFR എന്ന് പറയുന്നത് 2.1 ആണ്. അപ്പൊ കേരളം അതിൽ നിന്നൊക്കെ എത്രയോ താഴെ പോയിരിക്കും. മലപ്പുറം ജില്ല അല്ല, മലപ്പുറം ജില്ലയിൽ എപ്പോഴും മലപ്പുറം ജില്ലയുടെ ഗ്രോത്ത് റേറ്റ് നമ്മൾ പലപ്പോഴും ദേശീയ തലത്തിൽ നമ്മളിപ്പോ അത് +2 സീറ്റുകളുടെ എണ്ണം ഒക്കെ എടുത്ത്, അല്ലെങ്കിൽ സ്കൂൾ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം ഒക്കെ എടുത്ത് നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും മലപ്പുറത്തിന്റെ ജനസംഖ്യയിലുള്ള വർധനം. അല്ല, എനിക്ക് തോന്നുന്നത് പക്ഷെ കേരളത്തിൽ നടന്നത് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി ഒരു മുസ്ലിം പേര് തന്നെ ഉപയോഗിച്ചു. മുസ്ലിം എന്ന് പറയുമ്പോൾ അത് മതേതര പാർട്ടിയാണെന്നുള്ളൊരു നെറേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചു. പക്ഷെ അതിനെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് പൊളിച്ചത് ഇതിനെ അനുകൂലിക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് AK ആന്റണി ആയിരിക്കും. അദ്ദേഹം പറഞ്ഞു, മുസ്ലിങ്ങൾ മതത്തിന്റെ പേരിൽ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുന്നു എന്ന് മറ്റു ജനവിഭാഗങ്ങൾക്ക് ആക്ഷേപമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു യഥാർത്ഥത്തിൽ ഒരു കേരളത്തിന്റെ യാഥാർത്ഥ്യത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ആർഗ്യുമെന്റ് ആയിരുന്നു. 2003 AK ആന്റണിയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പ്രസ്താവന, അദ്ദേഹം ഒരു ബ്രാഹ്മണ സംഘടന യോഗത്തിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞതാണ്. അതായത് മുസ്ലിമിനല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്, ന്യൂനപക്ഷം എന്നാണ് ഉപയോഗിച്ചത്. മുസ്ലിം എന്ന് പറഞ്ഞില്ല, അദ്ദേഹം പറഞ്ഞത് ന്യൂനപക്ഷം എന്ന് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ രാഷ്ട്രീയമായിട്ടും സാമൂഹ്യ സാമ്പത്തിക രംഗത്തെല്ലാം തന്നെ സുശക്തമാണ്. ഈ സംഘടിത ശക്തിയുടെ ബലത്തിൽ വഴിവിട്ട രീതിയിലും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നു എന്നൊരു ആരോപണം മറ്റു വിഭാഗങ്ങൾക്കിടയിലുണ്ട്. അപ്പം അത് ശരിവെച്ചുകൊണ്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞു. അത് അദ്ദേഹം അന്ന് പറയുന്നതിന് ഒരു പ്രധാന കാരണം, സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം കേരളത്തിൽ തുടങ്ങുകയും അന്ന് 2 സ്വാശ്രയ കോളേജ് സമം ഒരു ഗവൺമെന്റ് കോളേജ് എന്നുള്ള ഫോർമുല എല്ലാണല്ലോ തുടങ്ങുന്നത്. പക്ഷേ ഈ മാനേജ്മെന്റുകൾ ഗവൺമെന്റിനെ വഞ്ചിച്ചുകൊണ്ട് ന്യൂനപക്ഷ സ്റ്റാറ്റസ് വാങ്ങി ഗവൺമെന്റിന്റെ ലക്ഷ്യങ്ങളെ അട്ടിമറിക്കുകയുണ്ടായി. അപ്പൊ ആ പശ്ചാത്തലത്തിൽ നിന്നുകൂടെ ആണ് AK ആന്റണി ഇത് പറഞ്ഞത്. AK ആന്റണിയുടെ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ ഭാവിയെ നിർണയിച്ചതായിരുന്നു ഈ ഒരു സത്യം. അത് അയാൾക്ക് അത് വില കൊടുക്കേണ്ടി വന്നതല്ല അതിന്റെ അർത്ഥം. അപ്പം മുസ്ലിം സംഘടിത ശക്തിയെ പ്രീണിപ്പിച്ചാൽ മാത്രമേ ഒരാൾക്ക് നിലനിൽക്കാൻ പറ്റൂ, അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്ന ആൾ ഔട്ടായി പോകും എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ്. ഇതിൽ നമ്മൾ 2 കാര്യങ്ങൾ നോക്കണം. കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ നമ്മൾ രാജ്യത്തിന്റെ മറ്റ് പ്രവിശ്യകളിൽ നിന്ന് വ്യത്യസ്തമായി കാണുന്നു. അപ്പം 2 കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒരു സാധാരണ ഒരു ഔട്ട്സൈഡർക്ക് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തില് കേരളത്തില് കാര്യമായ ഹിന്ദു മുസ്ലിം സംഘർഷം ഉണ്ടായിട്ടില്ല. മറ്റൊന്ന്, കേരളത്തിലെ മുസ്ലിം ലീഗ് വളരെ പവർഫുൾ ആണ്. അപ്പം എങ്ങനെയാണ് മുസ്ലിം ലീഗ് പവർഫുൾ ആകുന്നത്? ഒന്ന്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡെമോഗ്രഫിയിലുണ്ടായ ഡെമോഗ്രഫിയിൽ ചേഞ്ച് ഉണ്ടായത് കൊണ്ട് മാത്രം ഒരു സമൂഹം, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വളരണമെന്നില്ല. സാമ്പത്തികമായ പക്ഷെ അവര് വളരാൻ കാരണം കേരളത്തിന്റെ പ്രധാനപ്പെട്ട മേഖല, നമ്മൾ ഇപ്പം ഉദാഹരണത്തിന് സാമ്പത്തിക മേഖല, വാണിജ്യ മേഖല, ഇവിടെ വ്യവസായം കേരളത്തിൽ വളർന്നില്ല. വാണിജ്യ മേഖല 70കൾക്ക് ശേഷം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ നിർണ്ണയിച്ചിരുന്ന ഗൾഫിൽ നിന്നുള്ള പണത്തിന്റെ ഒഴുക്ക്. ഇപ്പൊ ഈ മേഖല, മാധ്യമ മേഖല, വിദ്യാഭ്യാസ മേഖല, ഇതെല്ലായിടത്തും അവർക്ക് കടന്നു ചെല്ലാൻ, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നിയന്ത്രിക്കാൻ കഴിയുന്ന ഫോഴ്സായി അവർ മാറുകയും ആ ഫോഴ്സിനെ ഒരു രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് പോലെ തന്നെ മറ്റ് ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും അവര് ആ തരത്തിനെ വളർത്താൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഗൾഫിന്റെ പണം അവർ ഉപയോഗിച്ചിട്ട് വിദ്യാഭ്യാസപരമായി ആ സമൂഹത്തെ വളർത്താൻ അവർ തയ്യാറായി. മാത്രമല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്രസ ഡെൻസിറ്റി ഉള്ള സ്റ്റേറ്റ് ആണ് ഈ കേരളമെങ്കിൽ പോലും കേരളത്തിലെ മുസ്ലിം കുട്ടികൾ മദ്രസ വിദ്യാഭ്യാസം പഠിക്കുന്നതോടൊപ്പം സൈമിൾട്ടേനിയസ് ആയിട്ട് സ്കൂൾ വിദ്യാഭ്യാസം ഒഫീഷ്യലായിട്ട് നേടുന്നുണ്ട്. മറ്റു വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈക്വലൻസി കൊടുത്തുകൊണ്ട് ഇവരെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട്. ഇവിടെ അത് ചെയ്തില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇവർ എഡ്യൂക്കേഷനിലും മുന്നിലേക്ക് വന്നു. അപ്പം അതുപോലെ തന്നെയാണ് കേരളത്തിൽ അവരുടെ ആ മതമൗലികത മതമൗലികതയെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ ആധുനിക വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു. പിന്നീട് നമ്മൾ 90കൾക്ക് ശേഷം സ്വാശ്രയ കോളേജ്, പിന്നെ ആദ്യത്തെ കേരളത്തിലെ ഒരു സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങുന്നത് അന്ന് മലപ്പുറം ജില്ലയിലാണ്. വളാഞ്ചേരി MESന്റെ കോളേജാണ്. അതിനുശേഷമാണ് പിന്നെ സഹകരണ മേഖലയിൽ വരുന്നു ഇടതുപക്ഷം. പിന്നീട് നമ്മൾ AK ആന്റണി വന്നതിന് ശേഷം വ്യാപകമായി കൊടുക്കുന്നു. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വാശ്രയ
മെഡിക്കൽ കോളേജുകൾ, ഡെന്റൽ കോളേജ്, MBA കോളേജുകൾ, നഴ്സിംഗ് തുടങ്ങിയിട്ടുള്ള സമസ്ത മേഖലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് മുസ്ലിം സമുദായത്തിൽ ഇന്ന് കേരളത്തിലെ ഒരു വർഷം ഇറങ്ങുന്ന MBBS കുട്ടികളിൽ ഒരു 60% മുകളിൽ മുസ്ലിം സമുദായത്തിൽ നിന്നാണ്. കാരണം പകുതിയിലധികം സ്വാശ്രയ കോളേജുകൾ മുസ്ലിം മാനേജ്മെന്റാണ്, മൈനോറിറ്റി മാനേജ്മെന്റ് സ്റ്റാറ്റസ് ലഭിച്ചിട്ടുള്ള കോളേജുകളാണ്. പിന്നെ മെറിറ്റിലൂടെ, അതായത് എൻട്രൻസ് പരീക്ഷയിലൂടെ അവർ കടന്നു. അതിന്റെ കാരണമായത് വിവിധ മുസ്ലിം പ്രസ്ഥാനങ്ങൾ, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ അവര് സംസ്ഥാന തലത്തിൽ തന്നെ ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനും എൻട്രൻസ് പരീക്ഷകൾക്ക് മാത്രമല്ല സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള സമസ്ത മേഖലയിലും എൻട്രൻസിന് വേണ്ടിയിട്ട് കോച്ചിങ് കൊടുക്കുകയും അതിന് അനുയോജ്യമായി കുട്ടികളും ആ സമൂഹം സ്വീകരിക്കുകയും ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മെറിറ്റിലൂടെയും കടന്നു വരികയാണ്. സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള മേഖലയിൽ മെറിറ്റിലൂടെ അവിടെ അവർ കടന്നു വരികയും ഇന്ത്യയിലെ ദേശീയ സർവകലാശാലകളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ മലയാളി കുട്ടികൾ വലിയ ശതമാനം മുസ്ലിം കുട്ടികളായി. അതിന്റെ പ്രധാന കാരണം അവന്റെ പുറകിലെ ഹാർഡ് വർക്കാണ്. ഇപ്പൊ നമ്മൾ ഈ മുസ്ലിം ലീഗിനെ കുറ്റപ്പെടുത്തുന്നതിനോടൊപ്പം അവരുടെ ആ സമൂഹത്തിന്റെ മറ്റ് വിവിധ ഏജൻസികൾ വിദേശപരമായി അവർക്ക് ലഭിച്ച സാമ്പത്തിക സഹായത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിലും സാമ്പത്തിക മേഖലയിലും മറ്റു സമസ്ത മേഖലയിലും മാധ്യമ മേഖല, കേരളത്തിലെ ഒരു മാധ്യമങ്ങൾക്കും ഇന്ന് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെയോ മുസ്ലിം വർഗീയത തള്ളിപ്പറയാൻ കഴിയില്ല. കാരണം പരസ്യം കിട്ടില്ല. അതെ, അതൊന്ന് അല്ല, ഇന്റർനാഷണലൈസ് ചെയ്ത്, അതായത് ഇപ്പം ഖിലാഫത്ത് പ്രസ്ഥാനം കോൺഗ്രസ് ആണ് തുടങ്ങിയത്, മുസ്ലിം ലീഗുകാർ തുടങ്ങിയതല്ല. അതുകൊണ്ട് തന്നെ അവരെ ഇത് ഖലീഫയുടെ ഞങ്ങളുടെ ആളെ അട്ടിമറിച്ചു എന്നൊക്കെ ഒരു തോന്നലൊക്കെ ഒഴിവാക്കാൻ സാഹചര്യം ഉണ്ടാക്കിയെങ്കിൽ പോലും കുറെ കാലത്തേക്ക് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ മുസ്ലിങ്ങളൊക്കെ വളരെ നമ്മളുമായിട്ട് വളരെ ഇടപഴകി കഴിഞ്ഞിരുന്നതാണ്. അപ്പം അവര് ഇന്ത്യക്കാരെ പോലെ തന്നെ ഞങ്ങളുടെ എന്തൊക്കെയോ വേരുകൾ അപ്പുറത്താണെന്നുള്ളൊരു ഒരു ഇന്റർനാഷണലൈസേഷൻ, ഒരു പാൻ ഇസ്ലാം പാൻ ഇസ്ലാമിക്, ഈ പാൻ ഇസ്ലാം എന്ന് പറയുന്നത് പാൻ ഇസ്ലാമിക് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് നമ്മളെ ഈ ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയും. ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയാണ് അതിന്റെ തുടക്കം നമ്മുടെ ഇന്ത്യയിൽ കൊടുക്കുന്നത്. അവരുടെ പത്രം തന്നെ ആണ് എനിക്ക് തോന്നുന്നത് ഇപ്പം പലസ്തീൻ ഇഷ്യൂവിന്റെ പേരിലൊക്കെ ഇത്രയധികം ആളുകളെ അവര് സംഘടിപ്പിക്കുന്നു. അതേ സമയത്ത് ഇപ്പം തിബറ്റില് ചൈന കയ്യേറിയ സമയത്തോ, അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കിയ സമയത്തോ, അല്ലെങ്കിൽ ജമ്മു കാശ്മീരിൽ നിന്ന് ഹിന്ദുക്കളെ അടിച്ചോടിച്ച സമയത്തോ, അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും കാര്യത്തിന് പ്രതികരിക്കാത്ത ആളുകളെയൊക്കെ മതത്തിന്റെ പേരിൽ പലസ്തീനിൽ നടക്കുന്ന വിഷയങ്ങളെ കുറിച്ചൊക്കെ പ്രതികരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ അവരെ ഒരു ഇന്റർനാഷണൽ ആയിട്ട് അവരെ മാറ്റി. പാൻ ഇസ്ലാമിസം, നമ്മൾ സലാഫി ഇസ്ലാം എന്നുള്ള തലത്തില് ഇസ്ലാമിന്റെ ഒരു ആഗോളപരമായ ഏകരൂപമായി കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ 19ാം നൂറ്റാണ്ടിൽ തന്നെ തുടങ്ങിയിരുന്നു, വളരെ നേരത്തെ തന്നെ. അപ്പം അതിനുശേഷം നമ്മൾ ഈ 20ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതി ആകുമ്പോഴത്തേക്കും അന്തർദേശീയ തലത്തിന് വളരെ ശക്തമായി മാറിയിരുന്നു. അപ്പൊ ഇന്ത്യയിൽ അത് ജമാഅത്തെ ഇസ്ലാമിയാണ് അതിന്റെ തുടക്കം കുറിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് അല്ല, പക്ഷെ സോഷ്യൽ ഫോഴ്സ് ആണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളാണ് മുസ്ലിം ലീഗ് ഉൾക്കൊള്ളുന്നത്. അപ്പൊ കേരളത്തിൽ നിങ്ങൾക്കറിയാം, ഒരു 20 വർഷത്തിന് മുമ്പ് എത്ര പേര് പർദ്ദ ധരിച്ചിരുന്നു, കറുത്ത വേഷം ധരിച്ചു. നമ്മുടെ കൂടെ പഠിക്കുന്ന സമയത്ത് ആകെ അവർ ധരിച്ചിരുന്ന ഒരു മലങ്കര ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന പോലെ കേരളത്തിലെ മാപ്പിള മുസ്ലിങ്ങൾക്കും അവർ തനതായ ഒരു സംസ്കാരമുണ്ട്, ഐഡന്റിറ്റി ഒക്കെ ഉണ്ട്. അതെ, മുസ്ലിം ഐഡന്റിറ്റി ഉണ്ടാവും. പക്ഷെ അതൊരു കേരളത്തിന്റെ ഉദാഹരണ പേരുകൾ പോലും, അതായത് മലയാളീകരിച്ച പേരാണ് അത്. കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് അത് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ മമ്മൂട്ടി എന്നുള്ള പേര് മലയാളീകരിച്ച പേര്. ഇപ്പൊ പുതിയ തലമുറ ആ പേര് ഉപയോഗിക്കില്ല. അപ്പൊ നമ്മൾ ഈ പാൻ ഇസ്ലാമിന്റെ ഭാഗമായി മാറിയപ്പോൾ നമ്മൾ അറബിവൽക്കരണം എന്നുള്ളത് ബാപ്പു എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഈ അറേബ്യൻ പേരാണ്. ഇന്നിപ്പോ ഓൾ ഓവർ വേൾഡ് ഇതായി. അപ്പൊ നമ്മളിവിടെ നേരത്തെ സൂചിപ്പിച്ചു, എന്തുകൊണ്ട് ടിബറ്റൻ വിഷയം ഒരു വിഷയമായില്ല? കാരണം ടിബറ്റൻ വിഷയം കേവലം ടിബറ്റിലെ അഭയാർത്ഥികളുടെ മാത്രം വിഷയമായിരുന്നു. പാലസ്തീൻ അഭയാർത്ഥികളുടെ പ്രശ്നം പാലസ്തീൻ അഭയാർത്ഥികളുടെ മാത്രം പ്രശ്നമല്ല, ആഗോള ഇസ്ലാമിന്റെ പ്രശ്നമാണ്. ഇതാണ് വ്യത്യാസം. അല്ല, ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം ഐക്യരാഷ്ട്ര സംഘടനയുടെ അനുഗ്രഹാശിസുകളോടുകൂടി മുൻകൈയെടുത്ത് ഇസ്രയേൽ രൂപീകരിച്ചതിന് ശേഷം 5 അറബ് രാഷ്ട്രങ്ങൾ ചേർന്ന് ഇസ്രയേലിനെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. ഒടുവിൽ പിന്നെ രണ്ടാമതും ഈജിപ്ത് അവരെ ആക്രമിക്കുന്നു. ആ സമയത്താണ് അവർക്ക് ഇപ്പൊ കിട്ടിയതിനേക്കാൾ കൂടുതൽ സ്ഥലങ്ങൾ ഇസ്രായേലിന്റെ കൈവശം വരുന്നത് സത്യത്തിൽ. അല്ലെങ്കിൽ ഇസ്രായേൽ കിട്ടിയ സ്ഥലമായിട്ട് അവർ കഴിഞ്ഞു പോയേനെ. അപ്പൊ സത്യത്തിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു ശ്രമങ്ങളുടെ ഒരു തിരിച്ചടി കൂടിയാണല്ലോ ഇപ്പൊ നടക്കുന്ന വിഷയങ്ങൾ. അപ്പം ഇതിനെയൊക്കെ ഒരു
വൈകാരികമായ ഒരു വിഷയമാക്കി എടുക്കുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ കാസർഗോഡ് ഒരു മൈം അവതരിപ്പിക്കുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ സമയത്ത് അല്ലെങ്കിൽ പാകിസ്ഥാനായിട്ട് സംഘർഷ സമയത്തൊന്നും നടത്താത്ത കലാപരിപാടികൾ ഇപ്പൊ നടത്തുന്നത് ഒരു ജനതയെ മുഴുവൻ വർഗീയവൽക്കരിക്കാനല്ലേ? അത് അല്ലാതെ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നമ്മൾ ഈ പാൻ ഇസ്ലാം എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രത്തിന്റെ അതിർത്തികൾക്കപ്പുറം ഏക രൂപമായി മതത്തെ കാണുന്നു. അപ്പൊ പ്രൈം ആയിട്ടുള്ള അതാണ് മറ്റേ ഇയാള് പറയുന്നത്, മതമല്ല 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 എന്ന് പറഞ്ഞാൽ മതമാണ് എന്നെ മനുഷ്യനാക്കിയത് ഇസ്ലാമാണെന്നാണ് ആര് പറയുന്നത്? ഇസ്ലാം വന്നില്ലേ ഞാൻ മനുഷ്യനല്ല. കാരണം ഇസ്ലാം മുസ്ലിം ലീഗിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തിയറി പോലെയാണ്. ഇസ്ലാം ദേശീയതയെ അംഗീകരിക്കുന്നില്ല. ഇസ്ലാം ഒരിക്കലും ദേശീയതയെ അംഗീകരിക്കുന്നില്ല. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ച്, അതായത് അംബേദ്കറിന്റെ പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള ബുക്കിനകത്ത് അംബേദ്കർ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം അവര് കൂടുതൽ സാറ്റിസ്ഫൈഡ് ആകുന്നത് ഇസ്ലാമിക ഭരണത്തിലാണ്. ഇപ്പൊ ജനാധിപത്യ ഭരണം വേണമോ അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണം വേണമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും മുസ്ലിം സമൂഹം ഒരു ഇസ്ലാമിക ഭരണത്തെ ആയിരിക്കും ഉൾക്കൊള്ളുക എന്ന് ഞാൻ പറഞ്ഞതല്ല, ഇത് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം ഇങ്ങനെ പൊതുവെ പറയാറുണ്ട്, മുസ്ലിം ഭൂരിപക്ഷമുള്ള മുസ്ലിം രാജ്യങ്ങളിൽ എപ്പോഴും മുസ്ലിങ്ങൾ പ്രശ്നം നേരിടുകയാണ് ചെയ്യുന്നത്. അത് പാകിസ്ഥാനിലെ പ്രശ്നമാണ്, മുസ്ലിങ്ങൾ തമ്മിൽ പ്രശ്നമാണ്, ഇറാഖിൽ മുസ്ലിങ്ങൾ തമ്മിൽ പ്രശ്നമാണ്, സിറിയയിൽ പ്രശ്നമാണ്, എല്ലാ സ്ഥലത്തും മുസ്ലിങ്ങൾ തമ്മിൽ പ്രശ്നമാണ്. അതേ സമയത്ത് കമ്പാരിറ്റീവ്ലി മുസ്ലിങ്ങൾ സമാധാനത്തോടു കൂടി ജീവിക്കുന്നത് യൂറോപ്യൻ കൺട്രീസിലും അതേപോലെ തന്നെ ഇന്ത്യയെ പോലത്തെ രാജ്യത്തും അമേരിക്കയിലും ഒക്കെയാണ്. പക്ഷേ മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെടുന്നത് ഇവിടെയൊക്കെ ഇസ്ലാമിക ഭരണം വരണം. അപ്പൊ ഇസ്ലാമിക ഭരണം വരുന്ന സ്ഥലത്തൊന്നും അവർക്ക് ഇപ്പം അഫ്ഗാനിസ്ഥാനിൽ അവർക്ക് പഠിക്കാൻ പോലും പറ്റുന്നില്ല, ഇറാനിൽ പഠിക്കാൻ പറ്റുന്നില്ല കുട്ടികൾക്ക് പോലും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ അവിടെയാണ് ഏറ്റവും പ്രോബ്ലം ഉള്ള ആളുകൾ പോലും പ്രോബ്ലം ഇല്ലാത്ത ആളുകൾ പോലും ആലോചിക്കുന്നത് ഞങ്ങൾക്കൊരു ഇസ്ലാമിക ഭരണം വേണമെന്നാണ് പറയുന്നത്. പക്ഷെ ഇസ്ലാമിക ഭരണം അല്ലെങ്കിൽ മുസ്ലിം ഭരണമുള്ള സ്ഥലത്തൊക്കെ അവർക്ക് വിദ്യാഭ്യാസം പോലും, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നു, അവിടെ സംഘർഷം ഉണ്ടാകുന്നു. അപ്പൊ ഈ ഒരു വൈരുദ്ധ്യം, ഇതാണ് അംബേദ്കർ സൂചിപ്പിച്ചത് ഈ വിഷയമാണ്. കാരണം മുസ്ലിം മതവിശ്വാസി സാറ്റിസ്ഫൈഡ് ആകുന്നത് ഒരു മുസ്ലിം ഭരണ വ്യവസ്ഥയിലാണ്, അല്ലാതെ ഒരു ജനാധിപത്യ ഫെഡറൽ വ്യവസ്ഥ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി മതമാണ്. കാരണം മതത്തിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹമായതുകൊണ്ടാണ്. നമ്മളിവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, എന്തുകൊണ്ട് പാലസ്തീനിയൻ വിഷയം ലോക വിഷയമായി മാറും, ഉക്രൈനിയൻ വിഷയം ലോക വിഷയമാകുന്നില്ല? കാരണം ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ ഉക്രൈനിൽ നിന്നാണ് ഇന്നിപ്പോ. പാലസ്തീൻ അഭയാർത്ഥികളെക്കാൾ ഉപരി ഉക്രൈനാണുള്ളത്. അപ്പം എന്തുകൊണ്ട് ഉക്രൈൻ വരാത്ത കാരണം എന്ന് വെച്ചാൽ, ഇപ്പൊ ഉദാഹരണം അൽ ജസീറ എന്ന് പറയുന്ന മീഡിയ, അവര് 100 കണക്കിന് ജേർണലിസ്റ്റുകളെയാണ്, അവരുടെ ജേർണലിസ്റ്റുകളും അവര് വാടകയ്ക്കെടുത്തതെല്ലാം കൂടെ ഈ ഗാസ എന്ന് പറയുന്ന ചെറിയ ഒരു പ്രദേശത്തിൽ വിട്ടിരിക്കുന്നത്. കാരണം വെച്ചാല് അത് ഹമാസിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അൽ ജസീറയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ ഓരോ കുട്ടി മരിച്ചതും നമ്മൾ അറിയുന്നു. ഈ അതേസമയത്ത് അവർ ഈ ഭക്ഷണം അടിച്ചു മാറ്റുകയാണെന്ന് പറയുന്നത്. അതൊന്നും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നത്. അതായത് ഇവരുടെ അജണ്ടയിൽ നിൽക്കുന്ന തരത്തില് ലോകത്തിലെ എല്ലാ ഫ്ലോട്ടിൽ എന്താണ് പറഞ്ഞത്, അതെ, അതായത് ഒരു 40ഓളം ബോട്ടുകളിൽ തന്നെ ഒരു PR വർക്കാണ്. കാരണം അതെല്ലാം സ്പോൺസേർഡ് ആണ്, PR വർക്കാണ്. അപ്പൊ അതിന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഷയം ഈ മാധ്യമ മേഖലയിൽ. കേരളത്തിലെ പത്രപ്രവർത്തക യൂണിയൻ ഒക്കെ പെട്ടെന്ന് പലസ്തീൻ എന്ന് പറയുമ്പോൾ അവർക്ക് ആകെ അങ്ങ് വിരളി ഒളിച്ചു. ഞാനത് ഇന്നലെ October 7th എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചത് ഇന്നലത്തെ പല ചാനൽ ചർച്ചകളിലും ഒരു പ്രധാന വിഷയമായിട്ട് October 7th ചർച്ച ചെയ്യപ്പെടുമെന്ന് വിചാരിച്ചു. കാരണം 2023 October 7-നാണ് ഏതാണ്ട് 1256ഓളം ഇസ്രയേലിയിലെ സിവിലിയൻസ് അത് അർദ്ധരാത്രിയിൽ കുട്ടികളും സ്ത്രീകളും അവരെ 251 പേരെ തട്ടിക്കൊണ്ടുപോയി. 250 പേര് തട്ടിക്കൊണ്ടു. അവരെ ബോഡിയൊക്കെ ലോറിയിൽ ഇങ്ങനെ സ്ത്രീകളുടെ വളരെ ക്രൂരമായ രീതിയിൽ എന്റെ വളരെയധികം വീഡിയോ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ 250 പേരെ ഹോസ്റ്റേജസിൽ ഇനി 50ഓളം പേരെ മോചിപ്പിക്കാറുണ്ട്. അതിൽ പകുതി പേരും മരിച്ചു പോയിട്ടുണ്ടാവും എന്ന് കരുതുന്നുണ്ട്. ഇനി 10-40 പേരെ ബാക്കി അതേ ഉണ്ടാവുള്ളൂ. പക്ഷെ 50ഓളം പേരാണ് ഔദ്യോഗികമായി വരേണ്ടത്. അപ്പൊ അതിൽ കുറച്ചൊരു മരിച്ചവർ 10-25 പേരെ അവര് ബോഡി കീപ്പ് ചെയ്യുന്നതാണ് അറിയുന്നത്. അപ്പൊ ആ തരത്തില് അവര് കാരണമായത് ഈ October 7. അതിനെ തുടർന്നാണ് ഗാസയിലെ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. പക്ഷെ ഈ October 7ന് എല്ലാ ചാനലിലും ചർച്ച ചെയ്തത് 2ാം ഭാഗമാണ്. യുദ്ധത്തിന്റെ ആദ്യ ഭാഗം ആരും ചർച്ച ചെയ്തില്ല. ഇസ്രയേലിന്റെ ആക്രമണത്തെയാണ് ചർച്ച ചെയ്തത്. അപ്പൊ ഇസ്രയേലിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു രാജ്യം നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ സൃഷ്ടിയുടെ പ്രാഥമികമായ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ
ആ ജനസമൂഹത്തിന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ഒരു രാജ്യത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. നമ്മൾ പൊളിറ്റിക്കൽ സയൻസിന്റെ തിയറി പ്രകാരവും ഒരു രാജ്യം രൂപീകരിക്കുന്നത് ഈ ഒരൊറ്റ ലക്ഷ്യത്തോടാണ്, ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക. അപ്പൊ അതിന് ഒരുപാട് വൈഡർ തരത്തിൽ ജീവനം എന്ന് പറയുന്നത് അതിനകത്ത് സാമ്പത്തികമായ മറ്റെല്ലാ കാര്യങ്ങളും പിന്നെ വരും, സെക്യൂരിറ്റി. അപ്പം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം 251 ഹോസ്റ്റേജസ് ഇവര് തട്ടിക്കൊണ്ടുപോയി. വിവിധ സമയത്തായിട്ട് കുറച്ചുപേരെ തിരിച്ചു കിട്ടി, കുറച്ചുപേര് കൊല്ലപ്പെട്ടു. അപ്പം ബാക്കി 50 പേരെ തിരിച്ചു കിട്ടുന്നത് വരെ നമ്മൾ അന്താരാഷ്ട്ര നിയമപ്രകാരവും ഇസ്രയേലിന് യുദ്ധം ചെയ്യാനുള്ള അവകാശമുണ്ട്. കാരണം നമ്മൾ യുദ്ധം ചെയ്യുമ്പോഴത്തേക്കും ഗാന്ധിയൻ രീതിയിൽ യുദ്ധം ചെയ്യാൻ നമുക്ക് പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും യുദ്ധം തന്നെയായിരിക്കും. അവരുടെ പൗരന്മാരെ സ്വതന്ത്രരാക്കുക എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അല്ലെങ്കിൽ ആ രാജ്യം പരാജയപ്പെട്ടു എന്ന്. എന്തുകൊണ്ട് നമ്മൾ പഹൽഗാമിൽ നമ്മൾ പ്രതികരിച്ചു? അതെ, പഹൽഗാം പറയുമ്പോ നമ്മളിപ്പോ ഖത്തർ ഇപ്പൊ ഇന്ത്യ അപലപിച്ചു. ഖത്തർ ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിലേക്ക് ഇസ്രായേൽ കയറിയതിനെ ഇന്ത്യ അപലപിച്ചിട്ടുണ്ട്. പക്ഷെ സത്യത്തിൽ ഹമാസ് എന്ന് പറയുന്ന അവരുടെ ഇസ്രായേൽ എല്ലാ പ്രോബ്ലം ഉണ്ടാക്കുന്ന ഭീകരർക്ക് മുഴുവൻ താമസ സൗകര്യവും ഒക്കെ ഒരുക്കി കൊടുക്കുന്നത് ഖത്തർ ഹമാസിന് ചെയ്യാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ കയറി അടിക്കാനുള്ള നമ്മൾ എങ്ങനെയാണോ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പേരിൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ ആക്രമിച്ചത്, അതേ രീതിയിൽ ആക്രമിക്കാനുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം അവർക്കില്ലേ? അല്ല, അതാ ഞാൻ സൂചിപ്പിച്ചത്. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൗരന്മാരെ തട്ടിക്കൊണ്ടുപോയവരെ മോചിപ്പിക്കാനുള്ള ബാധ്യത ഭരണകൂടത്തിനുണ്ട്. അത് യുദ്ധത്തെ നമുക്ക് സെൽഫ് ഡിഫൻസ് എന്നുള്ള തലത്തിൽ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. നമ്മുടെ അന്താരാഷ്ട്ര നിയമപ്രകാരം ഐക്യരാഷ്ട്ര സംഘടനയിലും സെൽഫ് ഡിഫൻസ് പറയുന്നുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ആന്തരിക രാഷ്ട്ര ജീവിതത്തിലും വ്യക്തിക്ക് സെൽഫ് ഡിഫൻസ് നിയമം അനുവദിക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നം വെച്ചാൽ നമ്മുടെ മാധ്യമങ്ങളുടെ അവർ ഒരു ഇക്കോ സിസ്റ്റം ഉണ്ട്. അപ്പൊ ഇത് ഓൾ ഓവർ ദ വേൾഡ്. അപ്പൊ ഉദാഹരണത്തിന് യൂറോപ്പ് നൽകിയ സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്തത് ഇപ്പൊ ഈ പശ്ചിമേഷ്യയിലെ മുസ്ലിം അഭയാർത്ഥികളായും അല്ലാതായി പോയവരാണ്. അവര് അതാത് രാജ്യങ്ങളിൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവരുന്നതിനുള്ള അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇപ്പം ഉദാഹരണം യൂറോപ്പിലെ ബെൽജിയം, ഫ്രാൻസ് നേരത്തെ തന്നെ, കാരണം ഫ്രാൻസ് മുസ്ലിം അൾജീരിയ പോലുള്ള രാജ്യങ്ങളെ കോളനിയാക്കിയതുകൊണ്ട് അന്നത്തെ കാലത്ത് തന്നെ കുടിയേറിയ ഒരു 8-10% ജനങ്ങൾ അവിടെയുണ്ട്. അപ്പം ഫ്രാൻസ് നേരത്തെ തന്നെ ഉണ്ട്. ഇറ്റലി, അതുപോലെ ബെൽജിയം, നെതർലാൻഡ്, നോർവേ, ജർമ്മനി, ബ്രിട്ടൻ, ഈ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അതിശക്തമായ ഇസ്ലാമിക പ്രഷർ നേരിടുന്ന രാജ്യങ്ങളാണ്. അപ്പം അവിടെ നമ്മളെ ഓപ്പണായിട്ട്, പക്ഷേ പലസ്തീൻ അനുകൂല പ്രകടനം നടക്കുന്നതോടൊപ്പം തന്നെ അതിനേക്കാൾ വലിയ വളരെ ശക്തമായിട്ടുള്ള ധ്രുവീകരണവും നടക്കുന്നു. അവര് വോട്ട് ബാങ്ക് ആയിട്ട് മാറിക്കഴിഞ്ഞു. ഇങ്ങനെ ഒരു ബാക്ക്ഡ്രോപ്പിൽ വേണം നമുക്ക് KM ഷാജിയുടെ പ്രസ്താവനയെ മനസ്സിലാക്കാനും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ പോകുന്നത് ഇസ്ലാമിക ശക്തികളാണ് എന്ന് തുറന്ന പ്രഖ്യാപനമാണ് അദ്ദേഹം ഒരു വിദേശ മണ്ണിൽ നടത്തിയത്. അപ്പം കേരളത്തിൽ പൊതുവെ ലീഗിന്റെ അങ്ങനെ ഒരു തീവ്രവാദി നേതാവായിട്ട് അറിയപ്പെടുന്ന ഒരാളല്ല ഷാജി. അല്ലെങ്കിൽ അയാളെ ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു മതേതരവാദിയായിട്ടാണ്. പക്ഷെ അയാൾ ഇപ്പൊ പരസ്യമായിട്ട് അങ്ങനെ സംസാരിക്കുന്നു. അപ്പം ഇത് കേരളത്തിലെ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത്? 10 വർഷം ഇടതുപക്ഷം ഭരിച്ചതിനെതിരായിട്ടുണ്ടായ ജനവികാരം മുഴുവൻ അത് ഊറ്റി എടുത്തിട്ടൊരു മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ഒരു പൊളിറ്റിക്സ് കേരളത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ പോവുകയാണോ എന്നൊരു തോന്നലിപ്പം സാധാരണക്കാരിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി എനിക്ക് അതിലും ഭയാനകമായ മറ്റൊരു വസ്തുത, ഈവൻ LDFന് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ അവരെ നിലനിർത്താൻ വേണ്ടി വരെ മുസ്ലിം ലീഗ് വേണമെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം കേരളത്തിലെ ഒരു മൈനോറിറ്റി പൊളിറ്റിക്സ്, ആന്റണി അന്ന് വിമർശിച്ച മൈനോറിറ്റി പൊളിറ്റിക്സിലേക്ക് തന്നെ കേരളം തിരിച്ചു പോവുകയാണോ എന്നുള്ളതാണോ? എന്താണ്? 2014 ശേഷം ദേശീയ തലത്തിലുണ്ടായ രാഷ്ട്രീയ മാറ്റം, ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലെ രാജ്യത്തുണ്ടായ വൻപിച്ച മാറ്റം, ഇതെല്ലാത്തിനോടും പുറം തിരിഞ്ഞു നിന്ന ഒരു സംസ്ഥാനമാണ് കേരളം. എല്ലാ അർത്ഥത്തിലും. വിശേഷിച്ച് നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിലെ നമ്മുടെ സാധാരണ യുവാക്കളുടെ ഇടയിൽ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ BJPയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലും കിട്ടുന്ന വർദ്ധിച്ച പിന്തുണ ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്തേക്കുള്ള സമൂഹമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 20% 80% ജനങ്ങൾ വേറെയാണ്. അപ്പം അവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഇതിന് വിഭിന്നമായിട്ടാണ്. അപ്പൊ അവരുടെ മൈൻഡ് സെറ്റിന്റെ നിർണായക ശക്തി മുസ്ലിം വോട്ടാണ്, മുസ്ലിം സമൂഹമാണ്, മുസ്ലിം ലീഗാണ്. അതും കേവലം മുസ്ലിം ലീഗ് മാത്രമല്ല, മുസ്ലിം പ്രസ്ഥാനങ്ങളാണ്. കാരണം ഞാനിതിനെ നമുക്ക് വേറൊരു ചർച്ചയ്ക്ക് കൊണ്ടുവരേണ്ടതാണ്.
2016 നിയമസഭാ തെരഞ്ഞെടുപ്പും 2019 ലോകസഭയും 2021 നിയമസഭയും 2024 ലോകസഭയും ഈ 4 തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ ഒരു പഠനം നടത്തിയിരുന്നു. ഈ 4 തെരഞ്ഞെടുപ്പിലും വിധി നിർണയിച്ചത് കേരളത്തിലെ മുസ്ലിം വോട്ടാണ്. മുസ്ലിം ലീഗ് അല്ല, മുസ്ലിം വോട്ടാണ്. പിന്നെ മുസ്ലിം ലീഗിന് 2016 CPM അധികാരത്തിൽ കൊണ്ടുവന്നത് മുസ്ലിങ്ങളാണെന്ന് ഉറപ്പാണ്. അതിന് പ്രധാന കാരണം ഈ BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതോടെ, അതായത് ഒരു സ്റ്റേബിൾ ഗവൺമെന്റ്, മുന്നണി രാഷ്ട്രീയത്തിലൂടെ ആണെങ്കിൽ പോലും 272 സീറ്റ് ഭൂരിപക്ഷത്തോടെ വന്നൊരു സർക്കാരിനെ തീർച്ചയായിട്ടും ഇവർ ഭയന്നിരുന്നു. പിന്നെ തീർച്ചയായും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉപരി ഗവൺമെന്റ് അതിശക്തമായി മുന്നേറുന്ന സാഹചര്യത്തിലുണ്ടായി. അപ്പോൾ കേരളത്തിൽ പ്രചണ്ഡമായ പ്രചരണമാണ് ഇടതുപക്ഷം തുറന്നുവിട്ടത്. RSS, അതായത് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമായി കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്, അപ്പം നിങ്ങളുടെ എല്ലാ പള്ളികളും പൊളിക്കും. നമ്മുടെ ഇവിടെയൊക്കെ വളരെ രഹസ്യമായിട്ട് ഓരോ മുസ്ലിം വീടുകളിൽ പോയിട്ട് അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പള്ളികളിൽ കാണില്ല. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ. കാരണം എന്നോട് അന്ന് തന്നെ ചില ഇടതുപക്ഷപ്പോൾ അവർക്ക് ഇത് ഇഷ്ടക്കേട് തോന്നരുത്, കാരണം ഇങ്ങനെ വർഗീയത പറയുന്നത്. അങ്ങനെ പ്രചരണം നടത്തിയപ്പോഴത്തേക്കും കോൺഗ്രസിന് ലഭിക്കേണ്ട മുസ്ലിം വോട്ടും കൂടെ ഇടതുപക്ഷത്തിന് ലഭിച്ചു. അപ്പം യഥാർത്ഥത്തില് 2014 അപ്രതീക്ഷിതമായ വിജയമാണ് LDF-നുണ്ടായത്. അന്ന് അത്രയും പ്രതീക്ഷിച്ച ഒരു വിജയം. കാരണം ഉമ്മൻചാണ്ടിയുടെ സർക്കാർ അത്രയും ഈ സരിതാ വിഷയമാണ് അവർക്ക് കിട്ടിയ സ്കോർ ചെയ്തത്. മറ്റു തരത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ അത്ര മോശമായിരുന്നില്ല. അപ്പൊ 2019 ആകുമ്പോഴത്തേക്കും ദേശീയ തലത്തില് ഭരണം മാറ്റം വരേണ്ടത് നമ്മുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമാണെന്ന് വിചാരിച്ചുകൊണ്ട് കോൺഗ്രസിന് എല്ലാവരും വോട്ട് ചെയ്തു. അപ്പം കോൺഗ്രസ് ദേശീയ തലത്തിൽ വന്നില്ല. അപ്പം കേരളത്തിലെ എല്ലാ സർവേയിലും രാഹുൽ ഗാന്ധിക്ക് മൃഗീയമായ ഭൂരിപക്ഷമാണ്. ഇനി ഈ അഭിപ്രായ തെരഞ്ഞെടുപ്പില് നരേന്ദ്രമോദി വേഴ്സസ് രാഹുൽ ഗാന്ധി. കേരളത്തിൽ മാത്രം രാഹുൽ ഗാന്ധിക്ക് അഖിലേന്ത്യാ തലത്തിന് 3 ഇരട്ടി സപ്പോർട്ട് ബേസ് ഉണ്ട്. കാരണം ഇടതുപക്ഷം രാഹുൽ ഗാന്ധിയാണ് കൊടുക്കുന്നത്. അപ്പൊ അതിനുശേഷം 2021 തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും കേരളത്തിലെ 2019 UDF-ന് മൃഗീയമായ ഭൂരിപക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നെങ്കിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും അത് മാറിയിട്ട് 99 സീറ്റിലേക്ക് LDF-നെ കൊണ്ടുവരുന്നപ്പോ യഥാർത്ഥത്തിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഞെട്ടിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഏതെന്നറിയാമോ? CPM ആണ്. കാരണം അവരെ പിന്തുണച്ചവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും സീറ്റ് കിട്ടും. അത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഗവൺമെന്റ് രണ്ടാമത് എലക്ട് ചെയ്യുകയാണ്. നമ്മുടെ 77 ആദ്യത്തെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും, ഒറ്റ അവസരത്തിലുള്ള. 77 ശേഷം ഒരു ഗവൺമെന്റ് വരികയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ CPM ജയിച്ചതിൽ അവർക്ക് അതിശയം ഉണ്ടാവില്ല. പക്ഷെ ഇത്രയും മൃഗീയ ഭൂരിപക്ഷത്തില് 10-30 സീറ്റിന്റെ കൂടുതൽ അവർക്ക് ലഭിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും CPM-നെ സംബന്ധിച്ച് അവിശ്വസനീയമായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ഇപ്പൊ വോട്ടിംഗ് പാറ്റേൺ നമുക്ക് ബൂത്ത് തലത്തിൽ ലഭ്യമാണ്. അപ്പൊ ഞാനതെടുത്ത് പരിശോധിച്ചപ്പോൾ തിരുവനന്തപുരം ജില്ല ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇപ്പം നെയ്യാറ്റിൻകര, പാറശാല, കോവളം ഈ മണ്ഡലങ്ങളും നമ്മളിപ്പം അരുവിക്കര തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങളൊക്കെ നമ്മളുടെ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരേ ബൂത്തിലെ ആൾക്കാർ UDF-നെ അതിഭീകരമായി പിന്തുണച്ചാണ്. അതായത് 90% UDF വോട്ട് കിട്ടിയ ചില ബൂത്തുകളിൽ, കോവളം, നെയ്യാറ്റിൻകര, പാറശാല മണ്ഡലങ്ങളിൽ ചില ബൂത്തുകളിൽ നിയമസഭയിൽ അതേ വോട്ട് LDF-നാണ് കിട്ടിയത്. അപ്പം അത് നാമമാത്രമായ വോട്ടല്ല നമ്മൾ നോക്കാം. അപ്പം അതായത് കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കാനുള്ള കഴിവ് കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഏതാണ്ട് 115-120 മണ്ഡലങ്ങളിൽ മുസ്ലിം വോട്ടുകളിന് കഴിയും. ഇന്ന് ആര് ജയിക്കണമെന്ന് അവർക്ക് തീരുമാനിക്കാൻ കഴിയും. ഏത് പാർട്ടി എന്നുള്ളതിനേക്കാൾ ഉപരി അതാത് മണ്ഡലങ്ങളിൽ ഏത് കാൻഡിഡേറ്റിനെ ജയിപ്പിക്കാം. അവര് ചില നിയമത്തിൽ BJP തോറ്റത് മുസ്ലിം വോട്ട്. തീർച്ചയായിട്ടും ആ ഒരു പോളറൈസേഷൻ ഉണ്ടാകും. നമുക്കിത് വളരെ പ്രകടമായി നമുക്ക് മാപ്പ് ചെയ്യാം നമുക്ക് എങ്ങനെയാണ്. അപ്പം ഇതിന് സമാന്തരമായിട്ടുള്ള പൊളിറ്റിക്കൽ വർക്കുണ്ട്. വെറും വർഗീയത മാത്രമല്ലല്ലോ, സമാന്തരമായിട്ട് ഇടതുപക്ഷത്തിന്റെ ശക്തിയുണ്ട്, കോൺഗ്രസിന്റെ ശക്തിയുണ്ട്. പക്ഷെ ഇവര് നിർണായക ശക്തി ഇവരായി മാറുകയാണ്. അപ്പൊ അവിടെ തന്നെ നമ്മൾ ഉദാഹരണത്തിന് 2019 20 നിയോജക മണ്ഡലങ്ങളിൽ 19 സീറ്റിലും കോൺഗ്രസ് ജയിച്ചു. ഒരു സീറ്റിൽ മാത്രമാണ് LDF ജയിച്ചത്. നാമമാത്രമായ വോട്ടിനാണ് ജയിച്ചത്. എന്താ ആലപ്പുഴ മണ്ഡലത്തിന്റെ പ്രത്യേകത അറിയാമോ? ആലപ്പുഴയിലെ 2 സ്ഥാനാർത്ഥികളും മുസ്ലിം സ്ഥാനാർത്ഥികളായിരുന്നു. അപ്പം അവിടെ ഒരു വനിതയും ഒരു പുരുഷനും മത്സരിച്ചപ്പം പുരുഷ മുസ്ലിമിനെയാണ് പ്രിഫർ ചെയ്തത്. അങ്ങനെയാണ് ആരിഫ് 2019 പുരുഷ മുസ്ലിം ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ് ജയിച്ചേനെ. അപ്പം കോൺഗ്രസിൽ കാരണം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അത്രയധികം തീവ്ര വർഗീയ നിലപാടെടുക്കുന്ന സ്ഥാനാർത്ഥി ആയിരുന്നില്ല, വനിതാ സ്ഥാനാർത്ഥി. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇവരാണ്
കുറച്ചുകൂടി, അതായത് മുസ്ലിം കോസിന് വേണ്ടി, അതായത് 19+1, അപ്പം മുസ്ലിം വോട്ടേഴ്സ് തീരുമാനിക്കുന്നത് 19 MP-മാരെക്കാൾ ഉപരി ഞങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ തയ്യാറാകുന്ന ആളാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. അപ്പൊ ഷാജിയുടെ പ്രസ്താവന എനിക്ക് തോന്നുന്നത് ഇത്തവണയും മുസ്ലിങ്ങൾ തിരിച്ചറിയാൻ ചെയ്യരുത്, ഞങ്ങൾക്ക് തന്നെ ചെയ്യാം. അത് കാരണം 9.5 അയാൾ സൂചിപ്പിച്ചത് 9.5 വർഷം ഞങ്ങൾ വെയിലിൽ കൊള്ളുകയാണല്ലോ. അപ്പം ഇത് മാറണമെങ്കിൽ എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഇങ്ങ് പുറത്തേക്ക് വരിക, അല്ലെങ്കിൽ നമ്മളെ ഈ ഇടതുപക്ഷത്തിൽ നിന്ന് UDF-ലേക്ക് വോട്ട് ചെയ്യണമെന്നുള്ള ലക്ഷ്യത്തോടെ പുള്ളി പറഞ്ഞതാണ്. പുള്ളി ശരിക്കും ആത്മാർത്ഥമായ നിഷ്കളങ്കമായി പറഞ്ഞതാണ്, ഉള്ള കാര്യം പുറത്തു വന്നു. അല്ലാതെ അദ്ദേഹം മറച്ചു വെക്കാതെ പറഞ്ഞതാണ്, അല്ല അദ്ദേഹം കാപട്യമൊന്നും അവിടെ കാണില്ല. പക്ഷെ അതിന്റെ ഒരു റിയാക്ഷൻ നാച്ചുറലി, അതായത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് UDF ജയിക്കുന്നതെങ്കിൽ പിന്നെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ എന്ത് നിലപാട്? ഇന്ന് നമ്മുടെ UDF-ന്റെ അവസ്ഥ എന്താണ്? UDF എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ UDF എന്ന് പറയുമ്പോൾ കേരള കോൺഗ്രസിന്റെ വലിയ കക്ഷി എന്ന് പറയുന്ന മാണി ഗ്രൂപ്പ് UDF വിട്ടു. അപ്പം UDF-ൽ ഏതൊക്കെ പാർട്ടിയാണ് ശക്തമായിട്ടുള്ളത്? കോൺഗ്രസ്, ലീഗ് മാത്രമാണ് UDF. മറ്റെല്ലാം നാമമാത്രമായ 1-2 സീറ്റുകൾ മാത്രം ലഭിക്കാൻ സാധ്യതയുള്ള പാർട്ടികളാണ്. ചെറിയ പാർട്ടികൾ. കേരള കോൺഗ്രസ്, അത് ജേക്കബ് ആണെങ്കിലും ജോസഫിൽ നിന്ന് ആ തരത്തിൽ 2-3 മണ്ഡലങ്ങൾക്ക് അപ്പുറം ഒരുപാട് ശക്തിയൊന്നും അവർക്കില്ല. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇന്ന് മുസ്ലിം വോട്ടാണ് നിർണ്ണയിക്കുന്നത്. അത് മുസ്ലിം ലീഗ് തന്ത്രപരമായ ടാക്ടിക്കൽ വോട്ടിംഗ് നടത്തും. അപ്പൊ ആ തരത്തിലുള്ള ഇസ്ലാമിസ്റ്റ് ഫോഴ്സസും മാധ്യമങ്ങളുണ്ട്. അപ്പൊ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇതിനെ ഒന്നും തന്നെ ക്രിട്ടിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും കേരളത്തിലെ വരുന്ന തെരഞ്ഞെടുപ്പിലും വിധി നിർണ്ണയിക്കുന്നത് മുസ്ലിം വോട്ടുകൾ തന്നെയായിരിക്കും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം വലിയ പൊളിച്ചെഴുത്തിന് വേദിയാകുമെന്നുള്ള നമുക്കൊരു വിശാലമായ ചർച്ച പിന്നീട് നടത്തേണ്ടതുണ്ട്. കാരണം അങ്ങനെ കണക്കുകൾ നിരത്തി പറയുമ്പോൾ, അതായത് ഈ 67 മുതൽ കേരളം കണ്ട ഒരു ബൈപ്പോളർ പൊളിറ്റിക്സ് ഉണ്ട്. ആ ബൈപ്പോളർ പൊളിറ്റിക്സ് ഏതാണ്ട് തകരാറായി. ആ സിസ്റ്റം മാറിയിട്ട് ഒരു പുതിയ പൊളിച്ചെഴുത്ത് വരികയും അത് ക്രമേണ ഞാൻ കാണുന്നത് നമ്മൾ 2004 ദേശീയ തലത്തിലുണ്ടായതുപോലെ ഒരു UPA സംവിധാനമുണ്ടല്ലോ, അതുപോലെ 2026 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും അതിനൊരു സാഹചര്യത്തിലേക്ക് വരും. അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തേക്ക് വരും. കാരണം മുസ്ലിം ലീഗിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് നല്ലത് ഇടതുപക്ഷമാണ്, സേഫ് ഇടതുപക്ഷത്തേക്കാണ്. കാരണം ഗ്രാസ് റൂട്ട് തലത്തിലെ വർക്ക് കേരളത്തിൽ ഇടതുപക്ഷത്തിനാണുള്ളത്. ഈ കോൺഗ്രസിന് ആ തരത്തിൽ ഗ്രാസ് റൂട്ട് വർക്കില്ല. അപ്പൊ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിക്കുള്ള പരിമിതി എന്ന് പറയുന്നത് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലും കാസർഗോഡ് 2 മണ്ഡലങ്ങളിലും മാത്രമാണ് മുസ്ലിം ലീഗിനൊരു ശക്തമായ സംഘടനാ സംവിധാനമുള്ളത്. മറ്റു പ്രവിശ്യകളിലൊന്നും തന്നെ അവർക്ക് സംഘടനാപരമായ നല്ല സംഘടന മണ്ഡലങ്ങളിലാണ്. അതിന്റെ പയ്യന്നൂരും അതുപോലെയുള്ള മണ്ഡലങ്ങളിലാണ്. പക്ഷെ നമ്മൾ വയനാട് എന്ന് പറയുന്നത്, ഞാൻ എക്സ്റ്റൻഡഡ് മലപ്പുറം, നമ്മളിപ്പോ 3 ലോകസഭാ മണ്ഡലങ്ങള് കേരളത്തില് വയനാട് ഉൾപ്പെടെ 2 മലപ്പുറം മണ്ഡലങ്ങളും പൂർണ്ണമായിട്ടും മുസ്ലിം ലീഗിന്റേതാണ്. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുക? തിരുവനന്തപുരത്ത് മത്സരിച്ചുകൂടായിരുന്നു അദ്ദേഹത്തിന്? തിരുവനന്തപുരത്തുള്ള ആള് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി. പക്ഷെ BJP-ക്കോ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു തരത്തിലും അട്ടിമറിക്കാൻ കഴിയാത്ത 3 മണ്ഡലങ്ങൾ കേരളത്തിലുള്ളതിൽ ഒന്ന് മലപ്പുറത്തെ 2 മണ്ഡലങ്ങൾ വയനാടാണ്. കാരണം വയനാടിന്റെ ഡെമോഗ്രഫി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും. കാരണം വയനാടിലെ 3 മണ്ഡലങ്ങളും ക്രിസ്ത്യൻസ് കാര്യമായിട്ടുണ്ട് വയനാട് ജില്ലയിൽ തന്നെ. ബാക്കി എല്ലാ മണ്ഡലങ്ങളും, മലപ്പുറം ജില്ലയിലെ മണ്ഡലങ്ങൾ, 5 മണ്ഡലങ്ങളിൽ മുസ്ലിം വോട്ട് വളരെ ശക്തമാണ്. അതിൽ 4 മണ്ഡലങ്ങളിൽ വളരെ ഒരു മെജോറിറ്റി തന്നെയാണ്. തിരുവമ്പാടിയിൽ കുറച്ച് മുസ്ലിങ്ങൾ, ക്രിസ്ത്യൻസ് കുറച്ച് കൂടുതൽ കാണുമായിരിക്കും, ഉണ്ടാവും. പക്ഷെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നമ്മൾ പെർസെന്റേജ് വൈസ് കേരളത്തിൽ നമുക്കറിയില്ല, ജനസംഖ്യയിൽ അവർ വളരെ താഴെ പോകാണ്. അവരെ യുവാക്കൾ മുഴുവൻ കേരളം വിട്ടു പുറത്തു പോവുകയാണ്. അപ്പൊ ആ തരത്തിലൊരു പൊളിറ്റിക്കൽ ഫോഴ്സ് ഇല്ല. യുവജന സംഘടനകളൊക്കെ ഇന്ന് ഏതാണ്ട് ഇല്ലാതായി. അവരുടെ ഇപ്പം കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനകൾ യുവജന സംഘടനകളോട് ഇന്ന് കാര്യമായി പൊതുമണ്ഡലത്തില്ലാത്തതിന്റെ കാരണം യുവാക്കൾ മുഴുവനും പുറത്തേക്ക് ഒഴുകുന്നതാണ്. അപ്പം കേരള രാഷ്ട്രീയത്തെ നിർണ്ണയിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗ് തന്നെയായിരിക്കും. അപ്പൊ മുസ്ലിം ലീഗിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് ഈ 2006 തെരഞ്ഞെടുപ്പായിരിക്കും. അത് മുസ്ലിം ലീഗ് എന്നുള്ള സംഘടനയല്ല ഉദ്ദേശിച്ചത്, മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ഭാവി. ഞാൻ വിഭാവന ചെയ്യുന്നത് നാളെ മിക്കവാറും വരുന്ന ആളുകളിൽ കേരളത്തിൽ 26-ന് ശേഷം മുസ്ലിം ലീഗ് ചിലപ്പോഴേ ഇടതുപക്ഷത്തിലായിരിക്കും അവർക്ക് സേഫ് ആയി നിൽക്കാൻ. കോൺഗ്രസിന്റെ കാര്യം തീരും അല്ലേ? അതെ, കോൺഗ്രസിന്റെ സാധ്യതകൾ ആ തരത്തിൽ ഇല്ലാതാകാനാണ് സാധ്യത. കാരണം മുസ്ലിം ലീഗ് സേഫ് ഇടതുപക്ഷമായിരിക്കും. കാരണം ഗ്രാസ് റൂട്ട് തലത്തിൽ കോൺഗ്രസിന് അന്ന് മുതലേ ചെയ്തു കൊടുത്ത ആ തരത്തിൽ നോക്കുമ്പോഴത്തേക്കും ഈ അവസരത്തിൽ ഒരു അവസാനത്തെ പരീക്ഷണമായിരിക്കും ഈ അവസരത്തിൽ അവർ ചെയ്യുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ. പക്ഷെ നമ്മളിപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരുമ്പോഴത്തേക്കും ഒരു കാര്യം,
ഒരു മൂന്നാമത് ഫോഴ്സ് കേരളത്തിൽ ശക്തമായി വരികയാണ്. അത് റൂളിംഗ് പാർട്ടി ആകുമല്ലേ എന്നുള്ളതല്ല വിഷയം. ഇതുവരെ കേരളം കാണാത്ത അല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു അതൊരു ഓക്കെ. അതിന്റെ കൂട്ടത്തിൽ എന്നോട് പല വിദഗ്ധരും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ പറഞ്ഞത്, അതായത് ഒരു മൈനോറിറ്റി പൊളിറ്റിക്സ് ആണ് ഇതുവരെ കേരളത്തെ നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഒരു മെജോറിറ്റി ഹിന്ദു ഫീലിംഗ് അത് BJPക്ക് അനുകൂലമായി വരണമെന്നില്ല, പക്ഷെ ഒരു ഹിന്ദു ഫീലിംഗ് എല്ലാ മണ്ഡലത്തിലും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ എന്നാണ് ഒരു കോൺഗ്രസിന്റെ അടിത്തറ വളരെ ഇന്നർ ഗ്രൂപ്പിനകത്തുനിന്ന് വന്നൊരു ഹിന്ദു ഫീലിംഗ് മാത്രമല്ല. കാരണം ഈ 11 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരുപാട് നിഷ്പക്ഷമതികളുണ്ട്, മതത്തിനതീതമായിട്ട്. മതം വെച്ച് നോക്കുമ്പോഴല്ല, മതത്തിനതീതമായിട്ട്. ഇപ്പൊ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഇടയിൽ ഉൾപ്പെടെ ആ തരത്തിലേക്ക് കോൺഗ്രസിനെ ഇനി അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ 2026 മടങ്ങി വരാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ലെങ്കിൽ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം ഏതാണ്ട് അവരും ഒരു പുനർവിചിന്തനം നടത്തും. കാരണം 2004 തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വലിയ ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ്. 2004 എല്ലാ സർവേകളും ദേശീയ തലത്തിൽ BJP തിരിച്ചു വരുമെന്നൊരു തരത്തിലിരുന്നു. അന്ന് കേന്ദ്രത്തിലെ മന്ത്രിയായിരുന്ന PC തോമസ്. അദ്ദേഹം മൂവാറ്റുപുഴ അപ്രതീക്ഷിതമായി അദ്ദേഹം ജയിച്ചു, MP ആയി. NDA സ്ഥാനാർത്ഥിയായിട്ട് കേരളത്തിൽ ഒരു MP 2004 അങ്ങനെ ജയിക്കുകയുണ്ടായി. കാരണം അന്ന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, അന്ന് BJPക്ക് അവിടെ 60,000-70,000 വോട്ടേ മണ്ഡലത്തിൽ കിട്ടുള്ളൂ. പക്ഷെ ക്രിസ്ത്യൻസ് എന്തുകൊണ്ടാണ് PC തോമസിനെ ജയിച്ചത്? അദ്ദേഹം മന്ത്രിയാണ്, ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിയാണെന്ന് ഉറപ്പായി എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അതിനർത്ഥം ക്രിസ്ത്യൻസ് BJPക്ക് എതിരല്ല. നിങ്ങൾക്ക് ജയസാധ്യതയുണ്ട്, നിങ്ങൾ പെർഫോം ചെയ്യും, അവർക്ക് ആവശ്യമായ റെപ്രസെന്റേഷൻ ലഭിക്കുകയാണെങ്കിൽ അവരെ വോട്ട് ലഭിക്കും എന്നുള്ളതിന്റെ ഒരു തെളിവാണ് 2004 മൂവാറ്റുപുഴയിലെ വിജയം. അതുകൊണ്ട് തന്നെ ഇനി നമ്മളെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് കേരളത്തിലെ നിർണായക ശക്തി തന്നെയായിരിക്കും. അത് UDFിലാണോ ഇടതുപക്ഷത്തിലാണോ എന്നുള്ളതിൽ മാത്രമേ മാറ്റം വരുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്, നമ്മളിപ്പോ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നതിൽ ഭാവിയിൽ കേരളത്തില് ഒരു ഇന്ത്യ സഖ്യം ഡെവലപ്പ് ചെയ്യും. 2026 ശേഷം ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ഇന്നത്തെ ബൈപോളർ പൊളിറ്റിക്സ് ഇല്ലാതാകുകയും BJP ഒരു പുതിയ ഫോഴ്സായിട്ട് ഡെവലപ്പ് ചെയ്യുകയും, അപ്പം അങ്ങനെ വരികയാണെങ്കിൽ കേരളത്തിൽ അധികാരം നിലനിർത്താൻ ഇന്ത്യ സഖ്യം മോഡലിന് വിജയിക്കും. കാരണം ഇടതുപക്ഷവും കോൺഗ്രസും മുസ്ലിം ലീഗും ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ കേരളത്തിൽ അവർക്ക് സുശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പം DMK തമിഴ്നാട്ടിൽ എക്സ്പെക്ട് ചെയ്യുന്ന ആ തരത്തിൽ ന്യൂനപക്ഷത്തെ ഒരു മാസ് ആയിട്ടുള്ള ഒരു മുന്നണി ഉണ്ടായിക്കൊണ്ടുള്ള വൈഡർ മുന്നണിയിലാണല്ലോ DMK സർവൈവ് ചെയ്യുന്നത്. അതുപോലെ കേരളത്തിൽ അത്തരം ഒരു രാഷ്ട്രീയ മാറ്റമായിരിക്കും മിക്കവാറും 2026 ശേഷം ഉണ്ടാകാൻ പോകുന്നത്. പക്ഷെ ആ പ്രക്രിയയിലും കേരള രാഷ്ട്രീയത്തിലെ നിർണായക ശക്തി മുസ്ലിം വോട്ട് തന്നെയായിരിക്കും. അതുകൊണ്ട് ഷാജി പറഞ്ഞതിനെ നമ്മൾ തെറ്റ് പറയണ്ട. പക്ഷെ അത് അതിന്റെ തലങ്ങൾ മാറിയാലും ഈ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രക്രിയ ആയിരിക്കും ഇനി രൂപം കൊള്ളാൻ പോകുന്നത്.